والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങളും സംരക്ഷണവും നൽകട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അഹ്ലുകാർ, നമ്മുടെ ഉസ്താദുമാർ, വിശിഷ്യ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ വന്ദ്യരായ ഉസ്താദുമാർ, നേതാക്കൾ, പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ എല്ലാ നിലക്കുമുള്ള ആഫിയത്തും പരിശുദ്ധ ദീനി ഖിദ്മത്തിന് വേണ്ടിയുള്ള തൗഫീഖും പടച്ച റബ്ബ് നൽകട്ടെ. പലപ്പോഴായി, പല സമയങ്ങളിലായി, പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടും പല തരത്തിലുമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പല സഹോദരന്മാരും, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആവശ്യങ്ങളെ അറിയുന്നവനാണ്, വിഷമങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ് പടച്ച റബ്ബ്. എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ ഒരു പ്രവർത്തകൻ പ്രത്യേകിച്ച് എടപ്പാൾ ഭാഗങ്ങളിലൊക്കെ പരിശുദ്ധമായ സമസ്തയുടെ ആശയപ്രചരണ രംഗത്ത് SKSSF വേണ്ടി സജീവമായി പ്രവർത്തിച്ചിരുന്ന, സംഘടനയ്ക്കു വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തിരുന്ന നമ്മുടെ ഒരു പണ്ഡിത സുഹൃത്ത് ഷിഹാബുദ്ദീൻ ഫൈസി എന്ന ഒരു സഹോദരൻ, അദ്ദേഹം വളരെ പ്രയാസമുള്ള ഒരു രോഗം പിടിപെട്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ ചികിത്സയിലാണ്. ആ സഹോദരന്റെ വാർത്ത വെച്ചുകൊണ്ട്, വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ സുപ്രഭാതം പത്രത്തിലും മറ്റു പത്രങ്ങളിലൊക്കെ റിപ്പോർട്ടുകളും സഹായാഭ്യർത്ഥനകളൊക്കെ പലപ്പോഴായി വന്നിരുന്നു. SKSSF വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചിരുന്ന പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്ത് കരൾ സംബന്ധമായി ഒരു മാരക രോഗം പിടിപെട്ടുകൊണ്ട് ഒരു കുടുംബത്തിന്റെ അത്താണിയായി, പ്രതീക്ഷയായി, താങ്ങും തണലുമായി പള്ളിയിലും മദ്രസയിലുമായി സേവനം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് ഞാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന ആനക്കര കോയക്കുട്ടി ഉസ്താദ് അവർകൾ ചെയർമാനായിക്കൊണ്ട് മറ്റ് പൗരപ്രമുഖരും പണ്ഡിതന്മാരുമൊക്കെ പ്രവർത്തകരായിക്കൊണ്ട് ഒരു സഹായ സമിതി രൂപീകരിക്കുകയും ആ പ്രിയപ്പെട്ട സഹോദരന്റെ ചികിത്സയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ പണ്ഡിത സുഹൃത്തിന് വേണ്ടി, നമ്മുടെ സഹപ്രവർത്തകന് വേണ്ടി കാര്യമായി ദുആ ചെയ്യണം. അതോടൊപ്പം ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദൊക്കെ ചെയർമാനായിക്കൊണ്ട് ഒരു സഹായ സമിതി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, നമ്മുടെ പത്രങ്ങളിലും സുപ്രഭാതത്തിലും അതുപോലെ തന്നെ ചന്ദ്രികയിലും മറ്റു പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. കഴിയുന്നവരൊക്കെ അദ്ദേഹത്തിനെ ദുആ കൊണ്ടും സാമ്പത്തികമായും സഹായിക്കുകയാണെങ്കിൽ അത് വലിയ ഖൈറായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും എല്ലാ നിലക്കുമുള്ള രോഗങ്ങളെ തൊട്ടും എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളെ തൊട്ടും പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും കാക്കട്ടെ. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ബഹുമാനമുള്ള ശ്രോതാക്കളെ, മുഅ്മിനീങ്ങളെ, KICR-ൽ നാം പതിവ് പോലെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്,
നമ്മുടെ ഈ ക്ലാസ്സിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബിന്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ARCKP-യുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സമസ്തയുടെ ഇസ്സത്തും ഔന്നിത്യവും പരിശുദ്ധ ദീനിനു വേണ്ടി ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും പ്രഭാഷകർക്കുമൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഏതാനും സമയങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ലാസ് റൂമിൽ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദിന്റെ സംശയ നിവാരണം നടന്നിരുന്നു. അൽഹംദുലില്ലാഹ്, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, വളരെ ആവശ്യമുള്ള, വളരെ പ്രാധാന്യത്തോടുകൂടി നാമൊക്കെ കാണേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നാമൊക്കെ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും, വിവാദത്തുകളുടെ കാര്യമാണെങ്കിലും, ഇടപാടുകളുടെ വിഷയമാണെങ്കിലും, വൈവാഹിക വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും, ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ പരിശുദ്ധ ദീനിന്റെ കർമ്മശാസ്ത്രത്തിന്റെ ആ പവിത്രമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കൃത്യമായി കൊണ്ട് അതിനൊക്കെ പരിഹാരം കാണുന്ന ഒരു സദസ്സ്, ഒരവസരം അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ. നമുക്കൊക്കെ പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിലായിക്കൊണ്ട് കഴിയാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. പരസ്യം ചെയ്യപ്പെട്ടതുപോലെ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം മരണാനന്തരം സംസാരിച്ച മഹാന്മാർ എന്ന വിഷയമാണ്. മരണാനന്തരം സംസാരിച്ച മഹാന്മാർ. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല എന്നല്ല, യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നു എന്നാണല്ലോ നാമൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെയാണല്ലോ വിശ്വസിക്കേണ്ടതും. മരണത്തിന് ശേഷം സംസാരങ്ങളുണ്ട്. ഖബറിൽ വെച്ചുകൊണ്ട് മലക്കുകൾ ചോദിക്കും. മലക്കുകളുടെ ചോദ്യത്തിന് ശരിയായ രൂപത്തിൽ മുഅ്മിനീങ്ങൾ പ്രതികരിക്കും. ശരിയായ രൂപത്തിലല്ലെങ്കിലും ഈ ഖബറാളിയുടെ പക്കൽ നിന്നും സംസാരം കാഫിറാണെങ്കിലും ഉണ്ടാകുമെന്ന്, ഫാസിഖാണെങ്കിലും ഉണ്ടാകുമെന്നൊക്കെ ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിന്റെ ഭാഗം തന്നെയാണല്ലോ ഈ മഹ്ശറിൽ വെച്ചുകൊണ്ടും സംസാരങ്ങൾ ഉണ്ടാകുമെന്ന് ഹദീസുകളിലൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. നരകത്തിൽ വെച്ചുകൊണ്ടും സംസാരങ്ങൾ ഉണ്ടാകും. അല്ലാഹു നാം എല്ലാവരെയും നരകത്തെ തൊട്ട് കാക്കട്ടെ. സ്വർഗത്തിൽ വെച്ചുകൊണ്ടും സംസാരങ്ങൾ ഉണ്ടാകും. മരണാനന്തരം സംസാരിച്ച മഹാന്മാർ എന്ന ഈ ശീർഷകം കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് മരണത്തിനു ശേഷം എന്നാൽ മറവ് ചെയ്യ പല മഹാന്മാരുടെ പക്കൽ നിന്നും സംഭവിച്ചിട്ടുണ്ട്. മരണത്തിന് ശേഷം അല്ലാഹുവിന്റെ പല ദൃഷ്ടാന്തങ്ങളും മരിച്ചവരിലൂടെ പ്രകടമായിട്ടുണ്ട്. അത് നല്ല മനുഷ്യരിലൂടെയും പ്രകടമായിട്ടുണ്ട്. ഫാസിഖീങ്ങളുടെയും കാഫിരീങ്ങളുടെയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മരണത്തിന് ശേഷം മറവ് ചെയ്യപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് പ്രകടമായിട്ടുണ്ട്. മഹാന്മാരായ അംബിയ ഇന്നും ഔലിയ ഇന്നും കറാമത്ത് എന്ന രൂപത്തിൽ പലതും സംഭവിക്കും. കറാമത്തുകൾ എത്രത്തോളം ആകാം, എന്തൊക്കെ ആകാം, ഇതിന് യഥാർത്ഥത്തിൽ ഒരു പരിധിയും പറഞ്ഞിട്ടില്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, ഇതാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് യാതൊരു പരിധിയുമില്ലാതെ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കും. ഇന്നതൊക്കെ കറാമത്തായിക്കൊണ്ട് സംഭവിക്കാം, ഇന്നതൊന്നും കറാമത്തായി സംഭവിക്കരുത് എന്നൊരു മാനദണ്ഡം പരിശുദ്ധ ദീനിലില്ല. മരണത്തിന് ശേഷം മറവ് ചെയ്യപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് മരിച്ച മയ്യിത്തുകളിൽ നിന്ന് പല ദൃഷ്ടാന്തങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നല്ല
മനുഷ്യരിൽ നിന്നും സംഭവിച്ചു. അതുപോലെ തന്നെ ദുഷ്ടന്മാരാച്ചു മനസ്സിലാക്കുക, ഇത് പരിശുദ്ധ ദീനിന്റെ ഭാഗമാണ്, നമ്മുടെ ഈമാൻ പരിപൂർണമാക്കുന്നതിന്റെ ഭാഗമാണിത്. ഈ രൂപത്തിലാണ് നാം ഈ വിഷയത്തെ കാണുന്നത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളും ചരിത്രത്തിന്റെ കിതാബുകളും പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും സംഭവങ്ങൾ ഞാൻ പറയാം. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു ഹിജ്റ 231 ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ ശത്രുക്കൾക്കെതിരെ നിലനിന്ന കാരണത്താൽ കൊല ചെയ്യപ്പെട്ട മഹാനാണ് അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു. ഹിജ്റ 231. ശത്രുക്കൾക്കെതിരെ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു നിലനിന്നു അങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ബദറിലും ഉഹദിലും ഉണ്ടായതുപോലെ ബഹുമാനപ്പെട്ട അഹ്മദ് എന്നവരുടെ ശത്രുക്കൾ കാഫിരീങ്ങളായിരുന്നില്ല. ഇന്നത്തെ വഹാബികളെ പോലെ, ജമാഅത്തുകാരെ പോലെ, തബ്ലീഗുകാരെ പോലെ, കള്ളത്തരീഖത്തുകാരെ പോലെ പഴയകാലത്തെ പഴച്ച കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയായിരുന്നല്ലോ മുഅ്തസിലി വിഭാഗം. ഈ മുഅ്തസിലത്തുമായുള്ള ഏറ്റുമുട്ടലിൽ, അവരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും അങ്ങനെ അവസാനം കുരിശിലേറ്റി കൊല്ലപ്പെടുകയും ചെയ്തവരാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു. സംഭവം അല്പം വിശദമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അബ്ബാസിയ ഭരണകൂടത്തിലെ 7ാമത്തെ ഭരണാധികാരിയായിക്കൊണ്ടാണ് മഅ്മൂൻ ഹാറൂൺ റഷീദ് ഭരണമേറ്റെടുക്കുന്നത്. ഹിജ്റ 198 മുതൽ 218 വരെ ആയിരുന്നു മഅ്മൂൻ ഹാറൂൺ റഷീദ് എന്ന അബ്ബാസിയ ഭരണകൂടത്തിലെ 7ാമത്തെ ഭരണാധികാരിയുടെ ഭരണകാലം. മഅ്മൂൻ ഹാറൂൺ റഷീദ് അബ്ബാസിയ ഭരണകൂടത്തിലെ 7ാമത്തെ ഭരണാധികാരി. യഥാർത്ഥത്തിൽ മഅ്മൂൻ ഹാറൂൺ റഷീദ് വരെയുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഖലീഫമാരെ, ഭരണാധികാരികളെ പരിശോധിക്കുമ്പോൾ ഈ മഅ്മൂൻ ഹാറൂൺ റഷീദ് വരെയുള്ള, അദ്ദേഹം വരെയുള്ള സർവ്വ ഭരണാധികാരികളും പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വക്താക്കളായിരുന്നു. മഹാന്മാരായ ഖുലഫാ ഉർ റാഷിദീങ്ങൾ, അവർക്ക് ശേഷം വന്നിട്ടുള്ള വ്യത്യസ്ത കാലങ്ങളിലായി വ്യത്യസ്ത രാജ്യങ്ങളിലായി കൊണ്ടുവന്നിട്ടുള്ള ഇസ്ലാമിക ഖലീഫമാർ, അവരൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആളുകളായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിന് അപവാദമായിക്കൊണ്ട് സംഭവിക്കുന്നത് മഅ്മൂൻ ഹാറൂൺ റഷീദിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തത് മുതൽക്കാണ്. അദ്ദേഹം ഷിയ വിശ്വാസക്കാരനായിരുന്നു. എന്നാൽ മഅ്മൂൻ ഹാറൂൺ റഷീദ് ഷിയ ആശയത്തിൽ നിന്ന് പിന്മാറി അദ്ദേഹം മുഅ്തസിലത്തിന്റെ പക്ഷത്ത് കക്ഷിചേർന്നു. മുഅ്തസിലി വാദക്കാരനായി. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുമായി ഒട്ടനവധി വിശ്വാസ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിൽ നിൽക്കുന്നവരാണ് മുഅ്തസിലി പ്രസ്ഥാനം. ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിൽ പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആൻ മഖ്ലൂഖാണോ അല്ലേ എന്നുള്ള തർക്കം. അള്ളാഹുവിന്റെ കലാമ് അത് മഖ്ലൂഖല്ല എന്ന് നമ്മൾ പറയുന്നു, അഹ്ലുസുന്നത്ത് വൽ ജമാഅ പറയുന്നു. അള്ളാഹുവിന്റെ കലാമ് അത് മഖ്ലൂഖല്ല. എന്നാൽ മുഅ്തസിലത്ത് പറയും അള്ളാഹുവിന്റെ കലാമ് സൃഷ്ടിയാകുന്നു എന്ന വാദം അഹ്ലുസുന്നത്ത്
വൽ ജമാഅ അംഗീകരിക്കുകയില്ല. പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസമാണിത്. മറ്റൊരു അഭിപ്രായ വ്യത്യാസം, സ്വർഗത്തിൽ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ ലിഖാ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും വ്യക്തമായി സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്ന്, അള്ളാഹുവിന്റെ ലിഖാ ഉണ്ടാകുമെന്ന് നമ്മൾ സുന്നികൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅ വിശ്വസിക്കുന്നു, അത് സമർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ലിഖാഇനെ ശക്തമായി നിഷേധിക്കുന്നവരാണ് മുഅ്തസിലി പ്രസ്ഥാനം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദം നടന്ന രണ്ട് വിഷയങ്ങളായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും. അള്ളാഹുവിന്റെ ലിഖാഇനെ കുറിച്ചും അള്ളാഹുവിന്റെ കലാമ് സൃഷ്ടിയാണോ എന്ന വാദവും. അള്ളാഹുവിന്റെ കലാമ് സൃഷ്ടിയല്ല എന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, അള്ളാഹുവിന്റെ ലിഖാ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുമെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അള്ളാഹുവിന്റെ കലാമ് സൃഷ്ടിയാകുന്നു എന്ന വാദം മുഅ്തസിലത്തിന്, അള്ളാഹുവിന്റെ ലിഖാ സ്വർഗത്തിൽ വെച്ചുകൊണ്ടും സംഭവിക്കുകയില്ല എന്നും മുഅ്തസിലികൾ പറയുന്നു. മഅ്മൂൻ ഹാറൂൻ റഷീദിന്റെ ഭരണം ഹിജറ 218 അവസാനിച്ചു. മഅ്മൂൻ ഹാറൂൻ റഷീദിന് പകരക്കാരനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ മുഅ്തസിമാണ് പിന്നീട് ഭരണമേറ്റെടുത്തത്. ഹിജറ 218 മുതൽക്ക് 227 വരെ ആയിരുന്നു മുഅ്തസിമിന്റെ ഭരണകാലഘട്ടം. അദ്ദേഹവും തന്റെ സഹോദരൻ ഹാറൂൻ റഷീദിനെ പോലെ തന്നെ ശക്തമായ മുഅ്തസിലി വാദക്കാരനായിരുന്നു. ഈ മുഅ്തസിമിന്റെ ഭരണകാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുള്ള മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ അടക്കപ്പെടുന്നതും ബഹുമാനപ്പെട്ടവർ ശക്തമായി അടിക്കപ്പെടുന്നതും ഈ മുഅ്തസിമിന്റെ ഭരണകാലത്തായിരുന്നു, അഥവാ ഹിജറ 220. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഖുർആൻ സൃഷ്ടിയാകുന്നു എന്ന മുഅ്തസിലി വാദത്തിനെതിരിൽ, അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയാകുന്നു എന്ന മുഅ്തസിലി വാദത്തിനെതിരെ നിലകൊണ്ടു. അള്ളാഹുവിന്റെ ലിഖാഇനെ നിഷേധിക്കുന്ന മുഅ്തസിലത്തിനെതിരിൽ അഹ്ലുസുന്നത്തിന്റെ പക്ഷത്ത് ഇമാമായിക്കൊണ്ട് നിലനിന്നു മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അതിന്റെ പേരിൽ ശക്തമായി ശിക്ഷിക്കപ്പെട്ടു, ജയിലടക്കപ്പെട്ടു, വളരെ ദാരുണമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അവർകൾ ശിക്ഷിക്കപ്പെട്ടു. അത് ഈ മുഅ്തസിമിന്റെ ഭരണകാലത്താണ്. എന്നാൽ ഹിജറ 227 മുഅ്തസിമിന്റെ ഭരണവും അവസാനിച്ചു. ശേഷം ഭരണാധികാരിയായി കൊണ്ടുവന്നത് മുഅ്തസിമിന്റെ മകൻ വാസിഖ് എന്ന മുഅ്തസിലിയാണ്. തന്റെ വാപ്പയെപ്പോലെയും തന്റെ പിതൃ സഹോദരൻ മഅ്മൂൻ ഹാറൂൻ റഷീദിനെ പോലെയും ശക്തമായി മുഅ്തസിലി പക്ഷത്ത് നിലനിന്ന വ്യക്തിയായിരുന്നു പിന്നീട് ഭരണം ഏറ്റെടുത്ത വാസിഖും. ഈ വാസിഖിന്റെ ഭരണകാലഘട്ടത്തിൽ തന്റെ മുഫ്തിയും തന്റെ ഖാദിയുമായിക്കൊണ്ട് നിയമിക്കപ്പെട്ടത് അഹ്മദ് ബിൻ അബീ ദാവൂദ് എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹമാവട്ടെ ഭരണാധികാരി വാസിഖിനേക്കാൾ കൂടുതൽ മുഅ്തസിലി പക്ഷത്ത് തീവ്രവാദിയും അഹ്ലുസുന്നത്ത് വൽ ജമാഅയോട് കടുത്ത എതിർപ്പുമുള്ള വ്യക്തിയുമായിരുന്നു. പലപ്പോഴും മുഫ്തിയാകുന്ന അഹ്മദ് ബിൻ അബീ ദാവൂദിന്റെ പ്രേരണയിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പല നേതാക്കളെയും ഇദ്ദേഹത്തിന്റെ സമ്മർദ്ദം മൂലം, ഈ മുഫ്തിയുടെ സമ്മർദ്ദം മൂലം ഭരണാധികാരി വാസിഖ് ശിക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും മുഹമ്മദ് ബിൻ നസ്റുൽ ഖുസാഇ എന്നവർ മരണാനന്തരം സംസാരിച്ച വിഷയമാണല്ലോ നമ്മുടെ ചർച്ച. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു മുഅ്തസിലത്തിനെതിരെ അഹ്ലുസുന്നത്തിന്റെ പക്ഷത്ത് ശക്തമായി നിലനിന്നുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങൾ
പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരം മുഫ്തിയാകുന്ന അഹ്മദ് ബിൻ അബീ ദാവൂദ് വഴി ഭരണാധികാരി വാസിഖ് അറിയുകയും അങ്ങനെ ഈ മുഫ്തിയുടെ സമ്മർദ്ദം മൂലം അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരി വാസിഖ് വിളിച്ചു വരുത്തുകയും ചെയ്തു. അങ്ങനെ വിളിച്ചു വരുത്തി ഭരണാധികാരിയുടെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്നു. വാസിഖ് മഹാനായ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യുകയാണ്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അൽ ബിദായത്ത് വന്നിഹായയിലും അതുപോലെ തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു താരീഖുൽ ഖുലഫായിലും വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. ഭരണാധികാരി വാസിഖ് അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിച്ചു, മാ തഖൂലു ഫിൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഫഖാല, അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇയുടെ മറുപടി, ഹുവ കലാമുല്ലാഹ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. വാസിഖ് ഭരണാധികാരി വീണ്ടും ചോദിക്കുന്നു, ആ മഖ്ലൂഖുൻ ഹുവ, അല്ല ഖുർആൻ മഖ്ലൂഖാണോ? അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇയുടെ മറുപടി, ഹുവ കലാമുല്ലാഹ്, അത് അല്ലാഹുവിന്റെ കലാമാണ്. ഏതായിരുന്നാലും വാസിഖ് എന്ന ഭരണാധികാരിയുടെ മുന്നിൽ നിന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വാദം ശക്തമായി, ആ വാദത്തിൽ ശക്തമായി നിലനിൽക്കുക വഴി താൻ ശിക്ഷിക്കപ്പെടും, താൻ ഗംഭീരമായിക്കൊണ്ട് ശിക്ഷിക്കപ്പെടുമെന്ന് വ്യക്തമായ ധാരണ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇക്കുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ മരണത്തിന് തയ്യാറായിക്കൊണ്ട്, ഷഹാദത്ത് പുൽകാൻ തയ്യാറായിക്കൊണ്ട് അതിനുള്ള ഒരുക്കത്തോടുകൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ വന്നിരുന്നത്. വഖദ് തഹന്നത വതനവ്വറ വശദ്ദ അലാ ഔറതിഹി മാ യസ്തുഹ. അൽ ബിദായത്ത് വന്നിഹായ പറയുന്നു, നല്ല അത്തർ തേച്ച് നല്ല പ്രസന്നമായ മുഖത്തോടുകൂടി ശത്രുക്കളാൽ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരിക്കലും തന്റെ ഔറത്ത് വെളിവാവരുത് എന്ന നിർബന്ധമുള്ളതുകൊണ്ട് ആ രൂപത്തിൽ ഔറത്ത് ശക്തമായി മറച്ചുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയുടെ മുന്നിൽ വന്നത്. ഖുർആനെ കുറിച്ച് വാസിഖിന്റെ ചോദ്യങ്ങൾ അവസാനിച്ചു. വാസിഖ് ചോദിച്ചു, മാ തഖൂലു ഫീ റബ്ബിക, റബ്ബിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഖിയാമത്ത് നാളിൽ ആ റബ്ബിനെ കാണാൻ സാധിക്കുമോ ഇല്ലേ? ഫഖാല, അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇയുടെ മറുപടി, ഖദ് ജാഅൽ ഖുർആനു വൽ അഖ്ബാറു ബിദാലിക, അല്ലാഹുവിനെ കാണാൻ പറ്റും ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് എന്നല്ലേ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുള്ളത്? ഖാല അല്ലാഹു തആല, വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അല്ലാഹുവിലേക്ക് നോക്കലിലൂടെ മുഅ്മിനീങ്ങൾക്ക് സന്തോഷം ലഭിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക്കും തറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ, ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും എപ്രകാരം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുവോ, എപ്രകാരം നിങ്ങൾക്ക് വളരെ പ്രകാശത്തോടുകൂടി കാണാൻ സാധിക്കുന്നോ, ആ രൂപത്തിൽ ഒരു അവ്യക്തതയുമില്ലാതെ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഫനഹനു അലൽ ഖബർ, ഈ ഹദീസിൽ വന്ന ആ ആശയത്തിലാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉടനെ ഭരണാധികാരിയുടെ തിരിച്ചുള്ള ചോദ്യം, അല്ല അയുറാ കമാ യുറൽ മഹദൂദുൽ മുതജസ്സിം, ഒരു തടിയുള്ള വസ്തുവിനെ കാണപ്പെടുന്നത് പോലെ കാണപ്പെടും എന്നാണോ നിങ്ങൾ പറയുന്നത്? ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, വമാ ഖാലുൽ വാസിഖു ലാ യജൂസ്, ഒരിക്കലും ഒരു തടിയുള്ള വസ്തുവിനെ കാണപ്പെടുന്നത് പോലെ കാണപ്പെടും എന്നല്ല. വലാ യൽസമു, അള്ളാഹുവിനെ കാണുമെന്ന് പറഞ്ഞതുകൊണ്ട് അപ്രകാരമായിരിക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള കാണൽ എന്നും വരികയില്ല. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ തന്റെ വാദത്തെ വളരെ ശക്തമായി ഭരണാധികാരി മുഅ്തസിലി വാസിഖിന്റെ മുന്നിൽ അവതരിപ്പിച്ചു.
ഉടനെ തന്നെ ഭരണാധികാരി വാസിക്ക് ചോദിക്കുന്നു, ലിമൻ ഹൗലഹു, തന്റെ ചുറ്റുഭാഗത്തുമുള്ള തന്റെ മന്ത്രിമാരോടും തന്റെ പട്ടാളക്കാരോടും, മാ തഖൂലൂന ഫീ ഹാദർ റജുൽ, നിങ്ങൾക്ക് എന്താണ് ഈ അഹ്മദിനെ കുറിച്ച് പറയാനുള്ളത്? ഫഖാല അബ്ദുറഹ്മാൻ ഇബ്നു ഇസ്ഹാഖ്, അബ്ദുറഹ്മാൻ ഇബ്നു ഇസ്ഹാഖ് എന്ന വാസിക്കിന്റെ കാദിയായിക്കൊണ്ട് സേവനം ചെയ്യുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഹുവ ഹലാലുദ്ദം, ഇത് കൊല്ലൽ അനുവദിക്കപ്പെട്ട മനുഷ്യനാകുന്നു, ഇദ്ദേഹത്തിന്റെ രക്തം അനുവദനീയമാണ്, ഹലാലാണ്. വാസിക്കിന്റെ സഹായി, അദ്ദേഹം യഥാർത്ഥത്തിൽ വാസിക് എന്ന ഭരണാധികാരിയുടെ ഖാദിയും സേവകനുമാണ്. അദ്ദേഹം പറഞ്ഞു, ഇസ്തിനി ദമഹു യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ വാസിഖെ, നിങ്ങൾ ഈ അഹ്മദിനെ കൊല്ലുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ രക്തം എനിക്ക് കുടിക്കാൻ തരിക, അത്രത്തോളം എനിക്ക് അഹ്മദിനോട് വെറുപ്പുണ്ട്. ഇങ്ങനെ വാസിഖിന്റെ മന്ത്രിമാരും ഖാദിമാരും അഹ്മദുൻ നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു അവർ കൊല്ലപ്പെടേണ്ടുന്നവരാണ്, അവർ രക്തം ഹലാലായവരാകുന്നു എന്ന രൂപത്തിലൊക്കെ പറഞ്ഞ് ഈ ഭരണാധികാരിയെ സമ്മർദ്ദം ചെയ്തു. ആ സമയത്ത് വാസിഖ് പറഞ്ഞു, ഇദാ റഅയ്തുമൂനി ഖുംതു ഇലൈഹി ഫലാ യഖൂമന്ന അഹദും മഇ, ഞാൻ വാളെടുത്തുകൊണ്ട് അഹ്മദ് നസ്റുൽ ഖുസാഇയെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ ആരും എന്നെ വന്നുകൊണ്ട് പിടിക്കരുത്, ആരും അദ്ദേഹത്തിനെ ഞാൻ കൊല്ലുമ്പോ ആരും അത് എന്നെ തടസ്സപ്പെടുത്തരുത്. സുമ്മ നഹദ ഇലൈഹി ബിസ്സംസാമ, നല്ലൊരു വാളെടുത്തുകൊണ്ട് ഈ ഭരണാധികാരി അഹ്മദ് നസ്റുൽ ഖുസാഇയുടെ അടുത്തേക്ക് ചെന്നു. ആ വാളിനെ കുറിച്ച് കാണാം, ചരിത്രത്തിൽ കാണാം, ശത്രു എത്രയും പെട്ടെന്ന് ശത്രുവിന്റെ ജീവൻ പോകണം, ശത്രുവിന്റെ പക്കലും തിരിച്ചൊരു പ്രതികരണവും ഉണ്ടാവരുത്, ആ രൂപത്തിലുള്ള സിഹർ ചെയ്തുകൊണ്ട് ചില വസ്തുക്കളൊക്കെ ആ വാളിന്റെ പിടിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു എന്നാണ് വാസിഖ് അഹ്മദുൻ നസ്റുൽ ഖുസാഇയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച വാളിനെ കുറിച്ച് പറയപ്പെടുന്നത്. അങ്ങനെ ചെന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ പെരടിയിൽ ഒറ്റ വിട്ടുകൊടുത്തു. രണ്ടാമത്തെ വെട്ട് തലക്ക് മുകളിലായിക്കൊണ്ട് കൊടുത്തു. അതിനുശേഷം വാള് കൊണ്ട് ബഹുമാനപ്പെട്ട അഹ്മദ് നസ്റുൽ ഖുസാഇയുടെ വയറിലേക്ക് കുത്തി. ഈ മൂന്ന് പ്രവർത്തനത്തോടുകൂടി ബഹുമാനപ്പെട്ട അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു ഷഹീദായി. അതിനുശേഷം വാസിഖ് മഹാനായ അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ ഉടലിൽ നിന്ന് തലയെ വേർപ്പെടുത്തി. ഉടലിൽ തലയെ വേർപ്പെടുത്തിക്കൊണ്ട് ഇറാഖിലെ സാമുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുന്തത്തിന്റെ മുകളിൽ ഉടൽ നാട്ടിവെക്കാൻ വേണ്ടി തന്റെ അനുയായികളോട്, പട്ടാളക്കാരോട് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ തല ബഗ്ദാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കൊണ്ടുപോയി നാട്ടിവെക്കണം. ബഹുമാനപ്പെട്ട അഹ്മദ് നസ്റുൽ ഖുസാഇയുടെ ഉടൽ ഭാഗം സാമുറ എന്ന് പറയുന്ന സ്ഥലത്തും നാട്ടിവെക്കണം. അങ്ങനെ വാസിഖ് എന്ന ഭരണാധികാരിയുടെ പ്രത്യേക കൽപ്പന പ്രകാരം ആ രൂപത്തിൽ ഉടലും തലയും കുരിശിലേറ്റിയതുപോലെ ഒരു കുന്തത്തിൽ നാട്ടിവെക്കപ്പെട്ടു. കുറെ ദിവസം ബഗ്ദാദിന്റെ കിഴക്ക് ഭാഗത്തും മറ്റു ചില ദിവസങ്ങളിൽ ബഗ്ദാദിന്റെ പടിഞ്ഞാറ് ഭാഗത്തും മഹാനായ അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ തല നാട്ടിവെക്കപ്പെട്ടു. തലയും ഉടലും നാട്ടിവെക്കപ്പെടുക മാത്രമല്ല, ഈ നാട്ടിവെക്കപ്പെട്ട മഹാനായ അഹ്മദ് നസ്റുൽ ഖുസാഇയുടെ തലക്കും ഉടലിനും കാവൽക്കാരെ ഏർപ്പെടുത്തുകയും ചെയ്തു വാസിഖ് എന്ന മുഅ്തസിലി ഭരണാധികാരി. 6 വർഷത്തോളം ബഹുമാനപ്പെട്ടവരുടെ തലയും ഉടലും ഈ രൂപത്തിൽ കുന്തത്തിൽ നാട്ടപ്പെട്ട രൂപത്തിൽ സാമുറ എന്ന് പറയുന്ന രാജ്യത്തും അതുപോലെ തന്നെ ബഗ്ദാദിലും നാട്ടപ്പെട്ടു എന്നാണ് ചരിത്രത്തിലുള്ളത്. ബഹുമാനപ്പെട്ട അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ തല
ബഗ്ദാദിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലായിക്കൊണ്ട് 6 വർഷം കുന്തത്തിൽ നാട്ടപ്പെട്ടപ്പോ മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ ഒരു എഴുത്ത് ഭരണാധികാരി വാസിക്ക് സ്ഥാപിച്ചിരുന്നു. എന്താ എഴുത്തിലുള്ളത്? ഹാദാ റഅസുൽ കാഫിരി അൽ മുശ്രിക്കിൻ ളാല്ലി അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ. മുശ്രിക്കും കാഫിറും വഴിപഴച്ചവനുമാകുന്ന അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇയുടെ തലയാണിത്. മിമ്മൻ ഖുതില അലാ യദി അബ്ദുല്ലാഹി ഹാറൂൻ അൽ ഇമാമിൽ വാസിഖ് ബില്ലാഹ് അമീറുൽ മുഅ്മിനീൻ. ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് ഭരണാധികാരി വാസിഖിന്റെ കയ്യാലാണ്. ബഅദൻ അഖാമ അലൈഹിൽ ഹുജ്ജത ഫീ ഖൽഖിൽ ഖുർആൻ വനഫീ തശ്ബീഹ്. മുഅ്തസിലി വാദങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയും വഅറള അലൈഹി തൗബ വമക്കനഹു മിർ റുജൂഇൽ ഹഖ്. മുഅ്തസിലി വാദത്തിലേക്ക് തിരിച്ചു വരാൻ സമയം കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഫഅബ, അദ്ദേഹം മുഅ്തസിലി പക്ഷത്തേക്ക് വന്നില്ല. അക്കാരണത്താലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്. ഫൽഹംദുലില്ലാഹില്ലദീ അജ്ജലഹു ഇലാ നാരിഹി വഅലീമി ഇഖാബിഹി ബിൽ കുഫർ ഫസ്തഹല്ല ബിദാലിക അമീറുൽ മുഅ്മിനീൻ ദമഹു വലഅനഹു. ഇക്കാരണത്താലാണ് അഹ്മദ് നസ്റുൽ ഖുസാഇ കൊല്ലപ്പെടുന്നത് എന്നറിയിക്കുന്ന രീതിയിൽ ഈ അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിനെതിരിലുള്ള കുറ്റപത്രം ഈ നാട്ടപ്പെട്ട തലയുടെ ചെവിയിൽ സ്ഥാപിക്കപ്പെട്ടു വാസിഖ് എന്ന ദുഷ്ടനായ ഭരണാധികാരി. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം സുയൂത്തി ഈ സംഭവം വളരെ മനോഹരമായി കൊണ്ട് വിവരിക്കുന്നുണ്ട്. ഈ തലക്ക് കാവൽക്കാരനായിക്കൊണ്ട് ഭരണാധികാരി ഒരാളെ നിശ്ചയിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദക്കറൽ മുവക്കലു ബിഹി. ഈ തലക്ക് കാവൽക്കാരനായിക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട വാസിഖിന്റെ ഉദ്യോഗസ്ഥൻ പറയാണ്, അന്നഹു റആഹു ഫിൽ ലൈലി യസ്തദീറു ഇലൽ ഖിബ്ല ബിവജ്ഹിഹി ഫയഖറഉ സൂറത യാസീൻ ബിലിസാനിൻ തൽഖ്. ബഗ്ദാദിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലായിക്കൊണ്ട് അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ തല കുന്തത്തിലായിക്കൊണ്ട് 6 വർഷത്തോളം നാട്ടപ്പെട്ടപ്പോ ഈ 6 വർഷക്കാലവും അതിന് കാവൽക്കാരനായിക്കൊണ്ട് ഭരണാധികാരി ഒരാളെ നിശ്ചയിക്കുകയും ചെയ്തപ്പോ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഒരിക്കലും തല ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിയരുത്. ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിയാതെ ഇവർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഈ തലക്ക് കാവൽക്കാരനായിക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട വാസിഖിന്റെ ഉദ്യോഗസ്ഥൻ പറയുന്നു, അന്നഹു റആഹു ഫിൽ ലൈലി, രാത്രിയായാൽ യസ്തദീറു ഇലൽ ഖിബ്ല, ഈ തല ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിയും. ഫയഖറഉ സൂറത യാസീൻ ബിലിസാനിൻ തൽഖ്, എന്നിട്ട് ഈ ഉടലിൽ നിന്ന് വേർപെടുത്തപ്പെട്ട് കുന്തത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ട ഈ കുറ്റപത്രത്തോടുകൂടി നാട്ടപ്പെട്ട ഈ തല രാത്രി സമയത്ത് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിയുകയും വളരെ മനോഹരമായിക്കൊണ്ട് ബിലിസാനിൻ തൽഖിൻ, വളരെ വശ്യമായ രൂപത്തിൽ പരിശുദ്ധമായ ഖുർആനിലെ യാസീൻ സൂറത്ത് രാത്രി സമയത്തോടും. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു. മാത്രമല്ല ജഅഫർ ഇബ്നു മുഹമ്മദ് എന്നവർ പറയുന്നുണ്ട്, ബസർതു ഐനായ, എന്റെ 2 കണ്ണുകളെ കൊണ്ട് ഞാൻ കണ്ടു. വഇല്ല ഫുഖിഅത, ഞാൻ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു കൊള്ളട്ടെ. വസമിഅതു ഉദനായ, എന്റെ 2 ചെവികൾ കേൾക്കുകയും ചെയ്തു. വഇല്ല ഫസുമ്മത്ത, ഞാൻ പറയുന്ന കാര്യം കളവാണെങ്കിൽ എന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു കൊള്ളട്ടെ. അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ ഹീന ദുരിബത് ഉനുഖുഹു യഖൂലു റഅസുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വാസിഖ് എന്ന ഭരണാധികാരി ചരടിക്ക് ആദ്യം വെട്ടി, പിന്നെ തലക്ക് വെട്ടുകൊടുത്തു, പിന്നെ വയറിലേക്ക് കുത്തുകൊടുത്തു, അതിനുശേഷം ഉടലിൽ നിന്ന് തലയെ വേർപ്പെടുത്തി. ഈ സമയത്ത് മഹാനായ അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ തല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. വഖദ് സമിഅഹു ബഅദു നാസ് വഹു മസ്ലൂബുൻ അലൽ ജദ്അ വറഅസുഹു യഖറഉ. ഈ നാട്ടപ്പെട്ട തല യുതറകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. സൂറത്തുൽ അൻകബൂത്തിലെ 1-2 ആയത്തുകൾ
ഈ ആയത്തുകളെ ഈ തല മനോഹരമായിക്കൊണ്ട് ഓതുന്നതായിക്കൊണ്ടും പല ആളുകളും കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു മുഹമ്മദ് എന്നവർ പറയുന്നു, ഈ സംഭവം എന്റെ കാത് കൊണ്ട് ഞാൻ കേട്ടതാ. ഈ സംഭവം എന്റെ കാത് കൊണ്ട് ഞാൻ കേൾക്കുകയും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയും ചെയ്ത സംഭവമാണ്. ഈ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ എന്റെ കണ്ണിന്റെ കാഴ്ച, എന്റെ ചെവിയുടെ കേൾവി ഇത് രണ്ടും നഷ്ടപ്പെട്ടു കൊള്ളട്ടെ, അത്രത്തോളം എനിക്ക് ധൈര്യമുള്ള കാര്യമാണ് ഈ സംഭവത്തിന് ഞാൻ സാക്ഷിയാകുന്നു എന്നുള്ളത്. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. എന്താ ഈ ആയത്തിന്റെ താല്പര്യം? അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. മുഅ്മിനീങ്ങൾ യാതൊരു ഫിത്നയും അനുഭവിക്കാതെ അവരുടെ ഈമാൻ പ്രകടിപ്പിക്കാൻ സാധിക്കും എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു അവരുടെ ഈമാൻ പ്രകടിപ്പിച്ചതിന്റെ പേരിലാണല്ലോ ബഹുമാനപ്പെട്ടവർ ഈ രൂപത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെ ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ട അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു തലയും ഉടലും രണ്ട് ഭാഗങ്ങളിലായിക്കൊണ്ട് 6 വർഷത്തോളം നാട്ടപ്പെട്ട രീതിയിൽ ബഹുമാനപ്പെട്ടവരെ ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ വാസിഖിന്റെ ഭരണത്തിന് ശേഷം പിന്നീട് ഭരണം ഏറ്റെടുത്തുകൊണ്ട് വന്നത് മുതവക്കിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ ഈ മുതവക്കിൽ എന്ന് പറയുന്ന വ്യക്തിയും മുഅ്തസിലി ആശയക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹം മുഅ്തസിലി ആശയക്കാരനാണെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരൻ വാസിഖിനെ പോലെ, അതുപോലെ തന്നെ മഅ്മൂൻ ഹാറൂൻ റഷീദിനെ പോലെ, മുഅ്തസിലിനെ പോലെ മുഅ്തസിലി ആശയത്തിൽ കഠിനമായ തീവ്രതയുള്ള വ്യക്തിയായിരുന്നില്ല. മുഅ്തസിമിന്റെ ഭരണകാലഘട്ടത്തിൽ മഹാനായ അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ശക്തമായി ശിക്ഷിക്കപ്പെട്ടെങ്കിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റളിയല്ലാഹുവിനോട് വളരെ സ്നേഹത്തിൽ പെരുമാറിയ വ്യക്തിയായിരുന്നു വാസിഖിന്റെ സഹോദരൻ മുതവക്കിൽ എന്ന് പറയുന്ന മുഅ്തസിലി ഭരണാധികാരി. ഈ മുഅ്തസിലി ഭരണാധികാരിയെ കുറിച്ച് പറയുന്നുണ്ട്, ഒരിക്കൽ ഈ മുതവക്കിൽ എന്ന ഈ ഭരണാധികാരിയുടെ ഹദറത്തിലേക്ക് തന്റെ പക്ഷത്തുള്ള അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വന്നപ്പോ അഹ്മദ് നസ്റുൽ ഖുസാഇ എന്ന അഹ്ലുസുന്നത്തിന്റെ പക്ഷത്തുള്ള നേതാവിനെ ശിക്ഷിക്കപ്പെടുകയും, പക്ഷെ അങ്ങനെ ശിക്ഷിക്കപ്പെട്ട സമയത്ത് സംഭവിച്ച ഈ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ ഭരണാധികാരിയോട് ഈ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന വ്യക്തി പറയുകയും ചെയ്തു. യാ അമീർ അൽ മുഅ്മിനീൻ, മാ റഅയ്തു ഔ മാ റുഇയ അഅജബ് മിൻ അംറിൽ വാസിഖ് ഖുതില അഹ്മദ് ബിൻ നസ്ർ വകാന ലിസാനുഹു യഖറഉൽ ഖുർആൻ ഇലാ അൻ ദുഫിന. അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം കൊല്ലപ്പെട്ട് മറവ് ചെയ്യപ്പെടുന്നത് വരെയും ഖുർആൻ ഓതുന്നതായിക്കൊണ്ടാണല്ലോ കേട്ടത്. യഥാർത്ഥത്തിൽ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഈ മുഅ്തസിലി ആശയക്കാരനാകുന്ന വ്യക്തി പിന്നീട് വന്ന ഭരണാധികാരി മുഅ്തസിലി ഭരണാധികാരി മുതവക്കിലിനോട് ഈ സംഭവം പറഞ്ഞപ്പോ ഫവജിലൽ മുതവക്കിൽ മിൻ കലാമിഹി വസാഅഹു മാ സമിഅ ഫി അഖീഹിൽ വാസിഖ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ മറുപടി ഒന്നും പറയാൻ ലഭിച്ചില്ല. അദ്ദേഹം ആകെ വഷളായി എന്നാണ്. ഈ മുതവക്കിൽ എന്ന ഈ ഭരണാധികാരിയുടെ ഈ ഹൃദയത്തിൽ, മനസ്സിൽ ഈ അബ്ദുൽ അസീസിന്റെ ചോദ്യം അത് വല്ലാതെ സംശയങ്ങൾ ജനിപ്പിച്ചു. മുതവക്കിൽ പറഞ്ഞു, പിന്നീട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ആളുകളോടൊക്കെ മുഹമ്മദ് അബ്ദുൽ മലിക് എന്ന അദ്ദേഹത്തിന്റെ മന്ത്രി വന്നപ്പോ മുതവക്കിൽ പറയുകയാണ്, ഫീ ഖൽബി ഷൈഉൻ മിൻ ഖത്ലി അഹ്മദ് ബിൻ നസർ. ഞാൻ അഹ്മദ് ബിൻ നസറിനെ, നമ്മുടെ പക്ഷക്കാർ, എന്റെ മുൻഗാമി വാസിഖ് കൊന്നെങ്കിലും ആ വാസിഖിന്റെ പ്രവർത്തനത്തിൽ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഉടനെ തന്നെ
തന്റെ മന്ത്രിയാകുന്ന മുഹമ്മദ് അബ്ദുൽ മലിക്കിന്റെ മറുപടി, യാ അമീറുൽ മുഅ്മിനീൻ അഹറഖനില്ലാഹു ബിന്നാർ ഇൻ ഖതലഹു അമീറുൽ മുഅ്മിനീന അൽ വാസിഖ് ഇല്ലാ കാഫിറ. എന്താ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ പറയുന്നത്? തീർച്ചയായും അഹ്മദ് നസ്റുൽ ഖുസാഇയെ ഭരണാധികാരി അമീറുൽ മുഅ്മിനീൻ കൊന്നിട്ടുണ്ടെങ്കിൽ അത് കാഫിറായതിന്റെ പേരിൽ മാത്രമാണ്. അതല്ല, അഹ്മദ് നസ്റുൽ ഖുസാഇയുടെ പക്ഷത്ത് എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ അള്ളാഹു എന്നെ തീ കൊണ്ട് കരിച്ചു കളയട്ടെ. മറ്റൊരിക്കൽ ഹർസമ എന്ന് പറയുന്ന മന്ത്രി തന്റെ അരികത്തേക്ക് വന്നപ്പോഴും ഈ സംഭവം പറഞ്ഞു. മുത്തവക്കിൽ എന്ന ഭരണാധികാരി അഹ്മദ് നസ്റുൽ ഖുസാഇയെ കുറിച്ചുള്ള ഈ സംശയം പറഞ്ഞു. ആ സമയത്ത് ഹർസമയുടെ മറുപടി, ഖതഅനില്ലാഹു ഇർബൻ ഇർബ, അള്ളാഹു എന്നെ കഷ്ണം കഷ്ണമായിക്കൊണ്ട് കൊന്നുകൊള്ളട്ടെ. തീർച്ചയായും അഹ്മദ് നസ്റുൽ ഖുസാഇ കാഫിറായിക്കൊണ്ടതിന്റെ പേരിൽ തന്നെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പിന്നീട് മുത്തവക്കിൽ തന്നെ പറയുന്നു, ഇവരീ പറഞ്ഞ അതേ രൂപത്തിൽ മുഹമ്മദ് അബ്ദുൽ മലിക് എന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞത് അള്ളാഹു എന്നെ കരിച്ചു കളയട്ടെ എന്നാണല്ലോ. ഈ രൂപത്തിൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന മന്ത്രിയെ രാജാവും മന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ രാജാവ് ഈ മന്ത്രിയെ കരിച്ചു കളഞ്ഞു. ഹർസമ എന്ന് പറയുന്ന മന്ത്രിയെ അഹ്മദ് നസ്റുൽ ഖുസാഇയുടെ ഗോത്രത്തിലേക്ക് ഒരു യാത്ര പോയി ഹർസമ. ആ സമയത്ത് അഹ്മദ് നസ്റുൽ ഖുസാഇയുടെ ആളുകൾ ഹർസമയെ പിടികൂടുകയും തങ്ങളുടെ നേതാവ് അഹ്മദ് നസ്റുൽ ഖുസാഇയെ കൊന്ന പക്ഷത്തുള്ള ആ വ്യക്തിയാണ് എന്ന കാരണത്താൽ കഷ്ണം കഷ്ണമായിക്കൊണ്ട് ഹർസമയെ കൊല്ലുകയും ചെയ്തു. ഇവിടെ യഥാർത്ഥ ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 6 വർഷത്തോളം അഹ്മദ് നസ്റുൽ ഖുസാഇയുടെ തല ബഗ്ദാദിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലായിക്കൊണ്ട് നാട്ടപ്പെടുകയും ആ നാട്ടപ്പെട്ട തലയുടെ ചെവിയിൽ തനിക്കെതിരെ ഭരണാധികാരിയുടെ കുറ്റപത്രം തൂക്കിയിടുകയും ഈ തലക്ക് സംരക്ഷകരായിക്കൊണ്ട് ഭരണാധികാരി തന്നെ ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ 6 വർഷവും ഉണ്ടായ അനുഭവം ചരിത്രങ്ങളിലൊക്കെ പറയപ്പെടുന്നു, രാത്രിയായാൽ തല ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിയും. എന്നിട്ട് സൂറത്ത് യാസീൻ ഓതും. സൂറത്തുൽ അങ്കബൂത്തിലെ 1-ാമത്തെ ആയത്ത് അലിഫ് ലാം മീം, ശേഷം ആ ഹസിബൻ നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഈ ആയത്തും സുബ്ഹ് വരെയും ഈ തല ഉറക്കെ ഓതിക്കൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പറഞ്ഞത് ബിലിസാനിൻ തൽഖിൻ, മനോഹരമായ ശബ്ദത്തിൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഇതേ രൂപത്തിൽ സംഭവിച്ച മറ്റൊരു സംഭവം ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ അലി റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ, അവരുടെ മകൻ അലി, അവരുടെ മകൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 122 ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി സയ്യിദ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. ഹിജ്റ 122. ഈ ശത്രുക്കളും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപക്ഷത്തുള്ളവരായിരുന്നു, മുസ്ലിമീങ്ങൾ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ഷഹീദായപ്പോ മുസ്ലിമീങ്ങൾ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തു. ഖബർ ശത്രുക്കൾക്ക് കാണാത്ത രൂപത്തിലായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തു. കാരണം മുസ്ലിമീങ്ങൾക്കറിയാം, ശത്രുക്കൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കണ്ടാൽ ഖബർ മാന്തും. എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ആ അരിശം, ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഒരു ശരീരം പുറത്തെടുത്തുകൊണ്ട് അതിനെ വികൃതമാക്കിക്കൊണ്ട് അതിനെ കുന്തത്തിൽ നാട്ടി ബഹുമാനപ്പെട്ടവരെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ആരും കാണാത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ടത് മറവ് ചെയ്തു. പക്ഷേ ശത്രുപക്ഷത്തുള്ള യൂസുഫ് ഉമർ എന്ന വ്യക്തി
ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കണ്ടെത്തി. അന്നത്തെ ഭരണാധികാരി ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് അദ്ദേഹത്തിന്റെ ഖബർ പൊളിക്കുകയും ആ ഖബറിൽ നിന്ന് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പുണ്യശരീരം പുറത്തെടുക്കുകയും ചെയ്തു. പുണ്യശരീരം പുറത്തെടുത്തുകൊണ്ട് കൂഫയിലേക്ക് കൊണ്ടുപോയി ആ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ മാറ്റി പരിപൂർണ നഗ്നനായിക്കൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പുണ്യശരീരം പരിപൂർണ നഗ്നനായിക്കൊണ്ട് കുന്തത്തിൽ നാട്ടി 4 വർഷം. അത്ഭുതമെന്ന് പറയട്ടെ, ഈ 4 വർഷവും ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പുണ്യശരീരം കൂഫയിൽ കുന്തത്തിൽ നാട്ടിയ രൂപത്തിൽ നിർത്തപ്പെട്ടപ്പോ യഥാർത്ഥ അപമാനപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ 4 വർഷത്തോളം വസ്ത്രങ്ങളൊന്നും മറകളൊന്നുമില്ലാത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ടവരുടെ പുണ്യശരീരം കുന്തത്തിൽ നാട്ടിയ രൂപത്തിൽ കൂഫയുടെ ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഭാഗത്ത് നാട്ടപ്പെട്ടപ്പോഴും കിതാബുകളിൽ കാണാൻ ബഹുമാനപ്പെട്ട ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലം തുറ ഔറതുഹു, ഒരാൾക്ക് പോലും മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുഹ്യഭാഗം കാണാൻ സാധിച്ചില്ല. ഫഇന്നൽ അൻകബൂത നുസിജത് അലാ ഔറതിഹി ഫഗത്താഹ അൽ അബ്സാർ. ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിൽ നിന്ന് പുറത്തെടുത്ത് വസ്ത്രങ്ങൾ മാറ്റി കുന്തത്തിൽ കയറ്റി ആ കൂഫയുടെ ആ ജനനിബിഡമായ ഭാഗത്ത് നാട്ടപ്പെട്ടതോടുകൂടി ബഹുമാനപ്പെട്ടവരുടെ ഗുഹ്യഭാഗത്ത് ചിലന്തി വന്നുകൊണ്ട് നല്ല വല കെട്ടുകയും അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ഔറത്ത് ജനങ്ങൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ അല്ലാഹു സംരക്ഷിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ തലയുമായി ഈ ഭരണാധികാരി മുഅ്തസിലി ഭരണാധികാരി ചെയ്തതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ തല ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിയാതിരിക്കലിനെ ഈ ശത്രുക്കൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഈ ശത്രുക്കൾ എത്ര തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ തലയെ ഖിബ്ലയുടെ ഭാഗത്തേക്ക് നിന്ന് തിരിച്ച് മറ്റു ഭാഗത്തേക്കാക്കിയാലും ശത്രുക്കൾ അങ്ങനെ ആക്കലോടുകൂടി ശത്രുക്കൾ അവരുടെ ആ ശരീരത്തിൽ നിന്ന് കൈയെടുക്കലോടുകൂടി ആ കുന്തത്തിൽ നിന്ന് അവർ കൈയെടുക്കലോടുകൂടി ആ കുന്തവും ശരീരവും ഒക്കെ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും. അവരുടെ ഔറത്തിന്റെ ഭാഗത്തൊക്കെ ചിലന്തി വല കെട്ടി ജനങ്ങളുടെ കാഴ്ചയിൽ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ ഔറത്തിനെ സംരക്ഷിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. മഹാനായ അഹ്മദ് നസ്റുൽ ഖുസാഇ റളിയല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടതുപോലെ തന്നെ പലപ്പോഴും രാത്രി സമയങ്ങളിൽ ഖുർആനിന്റെ പല ഭാഗങ്ങളും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ കുന്തത്തിൽ വെച്ചുകൊണ്ട് 4 വർഷത്തിലും പല രാത്രികളിലും ഓതിയിരുന്നതായിക്കൊണ്ട് ശത്രുക്കളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളും പറഞ്ഞതായിക്കൊണ്ട് ഇമാം സുയൂത്തിയും അതുപോലെ തന്നെ ഇബ്നു കസീറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ടവരാണ്. താബിഈങ്ങളിൽപ്പെട്ട റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു. ഈ റബീഉ ഇബ്നു ഖിറാശിനെ കുറിച്ചും അൽ ബിദായത്ത് വൻ നിഹായയിൽ പറയുന്ന ഒരു സംഭവം. ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖിറാശ് എന്നവർക്ക് രോഗം ബാധിച്ചു. രോഗം ശക്തമായി ബഹുമാനപ്പെട്ട വഫാത്തായി. വഫാത്തായപ്പോ കഫൻ ചെയ്യാനും മറവ് ചെയ്യാനും ഒക്കെ നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖിറാശിന്റെ സഹോദരൻ താബിഈങ്ങളിൽപ്പെട്ട റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു ആണ്. റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മാ ജിഇന,
അവരെ മറവ് ചെയ്യാനും അതുപോലെ തന്നെ അനുബന്ധ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെന്നു. റഫഅ സൗബാൻ വജ്ഹിഹി, മുഖത്തു നിന്നും വസ്ത്രം മാറ്റി. മുഖത്തു നിന്നും വസ്ത്രം മാറ്റിയതിനു ശേഷം സുമ്മ ഖാല അസ്സലാമു അലൈക്കും. ഞങ്ങൾ മുഖത്തുനിന്ന് വസ്ത്രം മാറ്റിയതോടുകൂടി മരിച്ചു കിടക്കുന്ന ഈ റബീഉ ബിൻ ഖിറാശ് എന്നവർ ഞങ്ങളോട് സലാം പറഞ്ഞു. ഖുൽനാ വഅലൈക്കസ്സലാം, ഞങ്ങൾ തിരിച്ച് സലാം അടച്ചു. ഞങ്ങൾ ചോദിച്ചു ഖദ് മിത്ത, അല്ല നിങ്ങൾ മരിച്ചിട്ടില്ലേ? ഖാല ബല, അതെ ഞാൻ മരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റബീഉ ബിൻ ഖിറാശ്, മരിച്ചു കിടക്കുന്ന റബീഉ ബിൻ ഖിറാശ് റളിയല്ലാഹു അൻഹു സഹോദരനോട് സലാം പറയുകയും സലാം മടക്കി, അല്ല നിങ്ങൾ മരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാൻ മരിച്ചിട്ടുണ്ട്, പക്ഷേ വലാകിൻ ലഖീതു ബഅദകും റബ്ബി, ഞാൻ എന്റെ റബ്ബിൻ ഗൈരി ഗുൽബാൻ, വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്റെ റബ്ബ് സ്വീകരിച്ചത്. സുമ്മ കസാനി സിയാബൻ മിൻ സുൻദുസിൻ അഖ്ളർ, പിന്നെ എനിക്ക് നല്ല സ്വർഗീയ വസ്ത്രങ്ങളൊക്കെ റബ്ബ് എനിക്ക് ധരിപ്പിച്ചു. ഈ സന്തോഷങ്ങളൊക്കെ എനിക്ക് കിട്ടിയപ്പോ എനിക്കൊരു താല്പര്യം. എന്താ താല്പര്യം? ഇന്നി സഅൽതുഹു അൻ യഅ്ദന ലി അൻ ഉബശ്ശിറക്കും ഫഅദ്ന ലി, എനിക്കൊരു താല്പര്യം, എനിക്ക് കിട്ടിയ സന്തോഷങ്ങളെക്കുറിച്ചൊക്കെ എന്റെ അഹ്ലുകാരോട് എനിക്ക് വിവരം അറിയിക്കണം. ഞാൻ എന്റെ റബ്ബിനോട് അതിനെ സമ്മതം ചോദിച്ചു. ഫഅദ്ന ലി, എന്റെ റബ്ബിനിക്ക് സമ്മതം ചെയ്യുകയും ചെയ്തു. ആ അടിസ്ഥാനത്തിലാണ് എന്നെ മറവ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടുവന്ന നിങ്ങളോട് ഞാൻ സലാം പറഞ്ഞതും എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും. അതുകൊണ്ട് വഇന്നൽ അംറ കമാ തറൗൻ, നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാസിഖീങ്ങൾക്ക് ശിക്ഷയുണ്ടാകും, മുഅ്മിനീങ്ങൾക്ക് സവാബുണ്ടാകും. ഫസദ്ദിദു വഖാരിബു വബശ്ശിറു, അതുകൊണ്ട് നിങ്ങൾ നന്മയുടെ മാർഗത്തിലായിക്കൊണ്ട് ദീനിന്റെ മാർഗത്തിലായിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹുവിനോട് സഹോദരൻ, മരിച്ചു കിടക്കുന്ന സഹോദരൻ റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ റബീഉ ഇബ്നു ഖിറാശിനെ കുറിച്ചും അതുപോലെ തന്നെ റബീഉ ഇബ്നു ഖിറാശിനെ കുറിച്ചും പറയപ്പെടുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു ബുസ്താനുൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു സംഭവം നമുക്കിങ്ങനെ കാണാം. ഈ സംഭവം പറയുന്നത് ബുസ്താനുൽ ആരിഫീൻ എന്ന കിതാബിലാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ് ഇത് പറയുന്നത്. ആല റബീഉ ഇബ്നു ഖിറാശിൻ അല്ലാ യസീറ ലാഹികൻ ഹത്താ യഅലമ ഐന മസീറുഹു, ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു, എന്റെ മസീർ, എന്റെ വാസസ്ഥലം അത് സ്വർഗമാണോ നരകമാണോ എന്ന് സത്യം ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹോദരൻ റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു അവരും സത്യം ചെയ്തു, അല്ലാ യദ്ഹക ഹത്താ യഅലമ അഫിൽ ജന്നതി ഹുവ ഔ ഫിന്നാർ, ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിഞ്ഞതുവരെ ഞാനും ചിരിക്കൂല. രണ്ട് സഹോദരന്മാരും സത്യം ചെയ്തു. ഖാലൽ ഹാരിസു, ഈ രണ്ടുപേരുടെയും കൂട്ടുകാരൻ ഹാരിസ് എന്ന മഹാൻ പറയുന്നു, വലഖദ് അഖ്ബറനി വാസിലുഹു അന്നഹു ലം യസൽ മുതബസ്സിമൻ അലാ സരീരിഹി വനഹ്നു നഗ്സിലുഹു ഹത്താ ഫറഗ്നാ മിൻ ഗസ്ലി. അത്ഭുതം, ഈ റബീഉ ഇബ്നു ഖിറാശ് എന്നവർ മരണപ്പെട്ടപ്പോഴും റബീഉ ഇബ്നു ഖിറാശ് എന്നവർ മരണപ്പെട്ടപ്പോഴും ഞങ്ങൾ കട്ടിലിൽ കിടത്തിക്കൊണ്ട് അവരെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലം യസൽ മുതബസ്സിമൻ അലാ സരീരിഹി വനഹ്നു നഗ്സിലുഹു, ഞങ്ങൾ ഇങ്ങനെ ഇവരെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇവര് കട്ടിലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയുമാണ്. മഹാനായ റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാൻ, അവരുടെ സഹോദരൻ റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു അവരുടെ റിസാലത്തുൽ ഖുശൈരി എന്ന് പറയുന്ന കിതാബിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അബൂ സഈദുൽ ഖറാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഹിജ്റ 277 ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ഖറാസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ബഹുമാനപ്പെട്ടവർ മക്കയിൽ താമസിച്ചിരുന്നവരാണ്. ബനൂ ശൈബ ഗോത്രക്കാർ താമസിക്കുന്ന ഭാഗത്തിലൂടെ അബൂ സഈദുൽ ഖറാസ് റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്, നല്ല സുന്ദരനായ യുവാവ്.
ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖറാസ് റളിയല്ലാഹു അൻഹു ഈ മരിച്ചു കിടക്കുന്ന യുവാവിനെ കാണാൻ പോയി. ഫനദറ ഫീ വജ്ഹിഹി, മുഖത്ത് നോക്കിയപ്പോൾ ഫതബസ്സമ, ഈ മരിച്ചു കിടക്കുന്ന യുവാവ് അബൂ സഈദ് ഖറാസ് റളിയല്ലാഹുവിനോട് പുഞ്ചിരിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ അബാ സഈദ്, അല്ലയോ അബൂ സഈദ് എന്നവരെ, മാ അലിംത, നിങ്ങൾക്കറിയുമോ, അന്നൽ അഹിബ്ബാ അഹ്യാ, സഹോദരന്മാർ എന്നും ജീവിച്ചിരിക്കുന്നവരാ, വഇൻ മാതു, അവർ മരിച്ചാലും സഹോദരന്മാർ എന്നും ജീവിച്ചിരിക്കുന്നവരാ, വഇന്നമാ യൻഖലൂന മിൻ ദാരിൻ ഇലാ ദാർ, അവരൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നു എന്നേ ഉള്ളൂ, അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖറാസ് റളിയല്ലാഹു അൻഹുവിനോട് മരിച്ചു കിടക്കുന്ന യുവാവ് ഇപ്രകാരം പറഞ്ഞു, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉണ്ടായൊരു സംഭവം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ സുഫത്തിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരിക്കുക. ആ സമയത്ത് ഫഅതതുഹു അജൂസ്, ഒരു വയസ്സായ ഒരു സ്ത്രീ സ്വന്തം നാട്ടിൽ നിന്ന് മുഹാജിറത്തായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. മഅഹ ഇബ്നുല്ലഹ ഖദ് ബലഗ, ഈ വയസ്സായ സ്ത്രീയുടെ കൂടെ തന്റെ പ്രായപൂർത്തി എത്തിയ മകനും കൂടിയുണ്ട്. രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. നബി തങ്ങൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ മദീനയിൽ താമസിക്കുകയാണ്. മദീനയിൽ താമസിക്കുമ്പോൾ അധികം വൈകാതെ തന്നെ ഈ വൃദ്ധയായ സ്ത്രീക്ക് വസൂരി രോഗം പിടിപെട്ടു. മദീനയിൽ താമസിക്കുന്ന ഈ ഉമ്മയും മകനും, അവർക്ക് ഈ മകന്, ഉമ്മാക്കല്ല മകന് വസൂരി രോഗം പിടിപെട്ടു. അങ്ങനെ കുറച്ച് ദിവസം രോഗത്തിലായിക്കൊണ്ട് കടന്നു. അതിനുശേഷം മകൻ മരിച്ചു. മകൻ മരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മകന്റെ കണ്ണടച്ചു കൊടുക്കുകയും മയ്യിത്ത് സംസ്കരിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി സഹാബിമാരെ ഏൽപ്പിക്കുകയും അതിനുശേഷം ഉമ്മാന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയക്കുകയും ചെയ്തു, മകൻ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പറയാൻ വേണ്ടിയിട്ട്. ഉമ്മാന്റെ അടുത്ത് ചെന്ന് വിവരങ്ങൾ പറഞ്ഞു. രണ്ട് സഹാബിമാരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. ഉമ്മാന്റെ അടുത്ത് ചെന്നുകൊണ്ട് വിവരം പറഞ്ഞതോടുകൂടി ഉമ്മാക്ക് വലിയ സങ്കടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദറത്തിലേക്ക് ഈ ഉമ്മ വരികയും ഉമ്മ വന്നുകൊണ്ട് അവിടുത്തെ സങ്കടങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും ചെയ്തു. ഈ ഉമ്മ പറഞ്ഞു, വലാ തഹ്മിൽനി മിൻ ഹാദിഹിൽ മുസീബത്തി മാ ലാ തവഖത ലി ബി ഹംലിഹാ ഖാല ഫവല്ലാഹി മൻ ഖലാ കലാമുഹാ ഹത്താ ഹറക ഖദമൈഹി വഅൽഖ സൗബ അൻ വജ്ഹിഹി. ഈ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കെ മരിച്ചു കിടക്കുന്ന തന്റെ ദേഹത്ത് പുതച്ച വസ്ത്രം മാറ്റുകയും ശേഷം മകൻ എണീറ്റ് വരികയും ചെയ്തു. എന്നിട്ട് ഞങ്ങളും മകനും ഉമ്മയും എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. മാത്രമല്ല ആശ ഹത്താ ഖുബിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹത്താ ഹലകതു ഉമ്മുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരെയും അതിനുശേഷം തന്റെ ഉമ്മ മരിക്കുന്നത് വരെയും ഈ മരണപ്പെട്ട മകൻ ജീവിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം എന്നിവരും അതുപോലെ തന്നെ മറ്റ് ഇമാമുമാരൊക്കെ ഈ സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അൽ ബിദായത്ത് വന്നിഹായിൽ തന്നെ പറഞ്ഞ മറ്റൊരു സംഭവം നമുക്ക് ഇങ്ങനെ കാണാം. ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു അവർ പറയുന്നു, ഞാനും എന്റെ കൂടെ 8 സഹോദരന്മാരും ക്രിസ്ത്യാനികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന റോം രാജ്യത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് അവിടുത്തെ ഭരണാധികാരി ഞങ്ങളെ പിടികൂടുകയും ഞങ്ങളെ കൊല്ലാൻ വേണ്ടി വിധിക്കുകയും ചെയ്തു. പക്ഷെ ആ കൂട്ടത്തിലുള്ള ആ ഭരണാധികാരിയുടെ
പട്ടാളക്കാരിൽ ഒരു പട്ടാളക്കാരന്റെ ശിപാർശ കാരണത്താൽ എന്നെ കൊല്ലൽ എന്ന ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും എന്റെ കൂടെയുള്ള 8 കൂട്ടുകാരെയും വധിക്കുകയും ചെയ്തു. എന്നെ വധിച്ചില്ല. എന്നെ ഒരു പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, ഞാനാണ് നിന്നെ ഈ കൊല്ലലിൽ നിന്ന്, വധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് പ്രതിഫലമായിക്കൊണ്ട് നീ എന്റെ ദീനിലേക്ക് കടന്നു വരണം, ക്രിസ്ത്യാനിയാവണം. ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. ഈ സംഭവങ്ങളൊക്കെ ഈ പട്ടാളക്കാരന്റെ സുന്ദരിയായ മകൾ വീട്ടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഉമൈർ ഇബ്നു ഹബീബ് സുലമി എന്ന ഈ സുന്ദരനായ ചെറുപ്പക്കാരനെ ഈ പട്ടാളക്കാരന്റെ മകൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കണ്ടപ്പോ ഈ മകൾക്ക് മഹാനായ ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹുവിനോട് താല്പര്യം തോന്നി. പട്ടാളക്കാരൻ പുറത്തുപോയ സമയത്ത് വീട്ടിൽ ബന്ധിക്കപ്പെട്ട ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് മകൾ വരികയും തന്റെ ശരീരത്തിന്റെ ആകർഷിക്കപ്പെടുന്ന ഭാഗങ്ങളൊക്കെ മഹാനായ ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹു കാണിച്ചു കൊടുക്കുകയും അങ്ങനെ തന്റെ താല്പര്യം തീർത്തു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു ഹബീബ് സുലമിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹു പറഞ്ഞു, ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യവും ഞാൻ ചെയ്യൂല. ഈ പെണ്ണ് ചോദിച്ചു, മാ യംനഉക മിൻ ദാലിക, ഇങ്ങനൊരു അവസരം ഉണ്ടായിക്കൊണ്ട് നീ ഇതിന് മുതിരാതിരിക്കാൻ കാരണം എന്താണ്? ഫഖുൽതു യംനഉനി ദീനി, എന്റെ ദീനാണ് എന്നെ തടസ്സം ചെയ്യുന്നത്. അതുകൊണ്ട് ഫലാ അത്റുകു ദീനി ലി ഇംറാത്തിൻ വലാ ലിശൈഇൻ, ഒരു സ്ത്രീക്ക് വേണ്ടിയോ മറ്റൊന്നിനും വേണ്ടിയോ ഞാൻ എന്റെ ദീനിനെ ഒഴിവാക്കുകയില്ല. അപ്പൊ ഈ മകൾ ചോദിച്ചു, നീ ഈ രൂപത്തിൽ എന്റെ വീട്ടിൽ താമസിക്കും എനിക്ക് പ്രയാസമില്ല. നീ എന്റെ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിക്കണം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ നാട്ടിലേക്ക് പോകാം. നീ നിന്റെ നാട്ടിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഖുൽതു നഅം, അതെ. ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് എന്റെ നാട്ടിലേക്ക് പോകാം. ഈ സുന്ദരിയായ മകൾ തന്റെ ഉപ്പയാകുന്ന പട്ടാളക്കാരനെ കാണാതെ അറിയാതെ മഹാനായ ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു തന്റെ നാട്ടിലേക്ക് പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. സിർ അലാ ഹാദൻ നജ്മി ബില്ലൈൽ, രാത്രി നല്ല നിലാവുള്ള രാത്രിയാണ്, ഈ നിലാവുള്ള രാത്രി നടന്നോ, പക്ഷെ പകൽ സമയത്ത് നീ നടക്കരുത്. പകൽ സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് നീ ഒളിച്ചിരിക്കണം. ശത്രുക്കൾ കണ്ടാൽ, ആളുകൾ കണ്ടാൽ, ഈ രാജ്യത്തെ ആളുകൾ കണ്ടാൽ ഇവരൊക്കെ ക്രിസ്ത്യാനികളാണ്, അവർ കണ്ടാൽ നിന്നെ പിടികൂടുകയും നിന്നെ പട്ടാളക്കാരെ ഏൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് രാത്രി സമയത്ത് നടക്കരുത്, പകൽ സമയത്ത് നടക്കരുത്, രാത്രി സമയത്ത്. ഞാൻ 3 ദിവസം പരിപൂർണമായും പകൽ നടന്നു, രാത്രിയിലേക്ക് ഒളിച്ചിരിക്കും. 4-ാം ദിവസം പകലിലും നടന്നു, 4-ാം ദിവസം രാത്രിയിൽ നടന്നു, പകലിൽ ഞാൻ ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇദൻ ബിഖൈലിൻ മുഖ്ബിലത്തുൻ, എന്റെ മുന്നിൽ ഒരു കുതിര പ്രത്യക്ഷപ്പെട്ടു. ഫഖശീതു അൻ തകൂന ഫീ തലബി, ആ കുതിരപ്പുറത്ത് ആളുകളുമുണ്ട്. ഞാൻ പേടിച്ചു, എന്നെ അന്വേഷിച്ചുകൊണ്ട് പട്ടാളക്കാരാണോ കുതിരപ്പുറത്തുള്ളത്. ഫൈദൻ അനബി അസ്ഹാബി അല്ലദീന ഖുതിലു, ആ സമയത്ത് കുതിരപ്പുറത്തുണ്ടായിരുന്നത് എന്റെ കൂടെ എന്റെ സഹായികളായിക്കൊണ്ട് മുഅ്മിനീങ്ങളായിക്കൊണ്ട് 8 പേരെ ഈ ക്രിസ്ത്യാനിയാകുന്ന രാജാവ് കൊന്നല്ലോ. ആ കൊല്ലപ്പെട്ട 8 പേരാണ് കുതിരപ്പുറത്തുണ്ടായിരുന്നത്. വമഅഹും ആഖറൂന അലാ ദവാബിൻ ശുഹബിൻ, നല്ല വെളുത്ത അതുപോലെ തന്നെ ചുവപ്പ് നിറമുള്ള കുതിരപ്പുറത്ത് മറ്റു പല ആളുകളുമുണ്ട്. ഫഖാലു, അവർ ചോദിച്ചു, ഉമൈർ, നിങ്ങളല്ലേ ഉമൈർ? ഫഖുൽതു ഉമൈർ, അതെ ഞാൻ തന്നെയാണ്. ഫഖുൽതു ലഹും അവലൈസ ഖദ് ഖുതിൽതും, അല്ല നിങ്ങളല്ലേ കൊല്ലപ്പെട്ടത്, പിന്നെന്താ നിങ്ങളിങ്ങനെ കുതിരപ്പുറത്ത് വരാൻ? ഖാലു ബല, അതെ ഞങ്ങൾ കൊല്ലപ്പെട്ടവരാ. പക്ഷെ വലാകിൻ അല്ലാഹു അസ്സ വജല്ല നശറ അശ്ശുഹദാ വഅദിന ലഹും അയശ്ഹദു ജനാസത ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇന്നത്തെ ഈ ദിവസം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ സന്ദർശിക്കാൻ എല്ലാ ശുഹദാഇനും അല്ലാഹു അനുമതി നൽകുകയും സർവ്വ ശുഹദാഇനെയും അല്ലാഹു തആല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജനാസ സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തു. ഞങ്ങൾ അങ്ങനെ വന്നവരാ. ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു പറയുന്നു, കൂട്ടത്തിൽ ഒരാള് എന്റെ കൈ പിടിക്കുകയും
പെട്ടെന്നെന്തോ സംഭവിക്കുകയും അതിനുശേഷം ഞാൻ എന്റെ വീട്ടിന്റെ മുൻഭാഗത്ത് എത്തുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ ജനാസ സന്ദർശിക്കുന്നതിന് വേണ്ടി ലോകത്തുള്ള മുഴുവൻ ശുഹദാക്കൾക്കും അല്ലാഹു അനുമതി നൽകുകയും അങ്ങനെ അതിന്റെ പേരിൽ എല്ലാ ശുഹദാക്കളും പുറത്തു വരികയും ആ കൂട്ടത്തിലാണ് നിങ്ങളെ കണ്ടുമുട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹുവിനോട് പറയുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വലിയ ഭരണാധികാരിയായിരുന്നല്ലോ. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അബൂബക്കർ ബിൻ അബീ ശൈബ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ലമ്മാ വുദിഅ ഇൻദ ഖബ്രിഹി, ബഹുമാനപ്പെട്ടവരെ ഖബറിലേക്ക് വെക്കപ്പെട്ടപ്പോ ഹബ്ബത്ത് റീഹുൻ ശദീദത്തുൻ, ശക്തമായ കാറ്റടിച്ചു. ഫസഖതത് സഹീഫത്തുൻ ബിഅഹ്സനി കിതാബ്, നല്ല ഒരു എഴുത്ത് ആ ഖബറിൽ വന്ന് വീണു. ഈ എഴുത്ത് ഖബറിൽ വന്ന് വീണപ്പോ ഫഖറഉഹ, ഈ ഖബറിൽ വന്ന് വീണ എഴുത്ത് ഞങ്ങളൊക്കെ വായിച്ചു നോക്കി. ഫൈദൻ ഫീഹ, ആ എഴുത്തിലുള്ളത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബറാഅത്തു മിനല്ലാഹി ലിഉമർ ബിൻ അബ്ദുൽ അസീസ് മിനന്നാർ. അല്ലാഹു തആല ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ നരകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് ആ എഴുത്തിലുള്ളത്. ബഹുമാനപ്പെട്ട അബൂബക്കർ അബീ ശൈബ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. മഹാനായ ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ അവർ വഫാത്തായി ഖബറിലേക്ക് ഇറക്കുന്ന സമയത്ത് നല്ലൊരു കാറ്റടിക്കുകയും ഒരു എഴുത്ത് പാറി വന്ന് വീഴുകയും ആ എഴുത്ത് ഞങ്ങൾ വായിച്ചു നോക്കുമ്പോ ബിസ്മിയുണ്ട്, ശേഷം ബറാഅത്തും മിനല്ലാഹി ലിഉമർ ബിൻ അബ്ദുൽ അസീസ് മിനന്നാർ എന്നാണ് ആ എഴുതിയുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു ഹിജ്റ 208 ജനിച്ച് 281 വഫാത്തായ മഹാന. ഖൈറുൽ ഖുറൂൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ 3 നൂറ്റാണ്ടുകളിലായിക്കൊണ്ട് ജീവിച്ച മഹാന്മാരിൽപ്പെട്ട വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ബഹുമാനപ്പെട്ടവർക്ക് മനോഹരമായ കിതാബുണ്ട്, മൻ ആശ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ജീവിച്ചവർ എന്നാണ് ആ കിതാബിന്റെ പേര് തന്നെ. ബഹുമാനപ്പെട്ടവർ ഒരു സംഭവം പറയുന്നുണ്ട്. കുറച്ചാളുകൾ ബഹറിൽ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ബഹറിലേക്ക്, സമുദ്രത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരനും അവരുടെ കൂട്ടത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് ആ കപ്പലിൽ കയറാൻ നോക്കി. ആളുകൾ തടസ്സം, പക്ഷേ അവസാന നിർബന്ധത്തിന് വഴങ്ങി കപ്പലിൽ കയറ്റി കൊണ്ടുപോയി. കപ്പലിൽ കയറ്റി സമുദ്രത്തിൽ വെച്ച് ശത്രുക്കളുമായി കൊണ്ട് യുദ്ധം ചെയ്തു. ഈ ചെറുപ്പക്കാരനെ ശത്രുക്കൾ പിടിച്ചു, അവരുടെ തല അറുത്തുമാറ്റി. തല അറുത്തുമാറ്റിയ സമയത്ത് ആ തല ഈ മുഅ്മിനീങ്ങളാകുന്ന പട്ടാളക്കാരുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ആ തല ഓതിക്കേൽപ്പിച്ചു, തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തെക്കുറിച്ചും അഹങ്കാരമില്ലാതെ, കിബറില്ലാതെ, ഫിസ്കില്ലാതെ ലോകത്ത് ജീവിക്കുന്നവർക്കാണ് അള്ളാഹു പരിശുദ്ധമായ സ്വർഗം നൽകുന്നത് എന്നർത്ഥം വരുന്ന ഈ ആയത്ത് ഈ കൊല്ലപ്പെട്ട മനുഷ്യന്റെ വേർപ്പെടുത്തപ്പെട്ട തല തന്റെ സഹോദരന്മാർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഓതുകയും സുമ്മൻ ഖമസ ഫദഹബ, പിന്നെ വെള്ളത്തിൽ ഈ തല മുങ്ങിപ്പോവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ ധാരാളം സംഭവങ്ങൾ ഇതേ രൂപത്തിൽ കാണാം. ബഹുമാനപ്പെട്ടവർ 4 പേരെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആസിർ എന്നവരെ, മറ്റൊന്ന് ഇബ്നുൽ അജൂസ് എന്നവരെ, മറ്റൊന്ന് ഇബ്നത്തുൽ ആഷിർ എന്നവരെ, മറ്റൊന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ സാം എന്നിവരെയും. തഫ്സീർ ഖാസിൻ ഈ സംഭവങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആസിർ എന്നവരെയും ഇബ്നുൽ അജൂസ് എന്നവരെയും ഇബ്നത്തുൽ ആഷിർ എന്നവരെയും അതുപോലെ തന്നെ സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം അവരെയും നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ സാമിനെയും ജീവിപ്പിച്ചു. വകുല്ലുഹും ബഖിയ, ഇവരൊക്കെ ജീവിച്ചു. അവരൊക്കെ മരണത്തിന് ശേഷം ജീവിക്കുകയും ശേഷം വിവാഹം ചെയ്യുകയും അവർക്കൊക്കെ മക്കളുണ്ടാവുകയും ചെയ്തു. പക്ഷെ സാം ഇബ്നു നൂഹ് മാത്രം ഈ രൂപത്തിലായിട്ടില്ല.
സാംബുരു റൂഹിനെ കുറിച്ച് നമുക്ക് പറയാം. ആസിർ എന്നവരെ കുറിച്ച് പറയുന്നു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂട്ടുകാരനാണ് ആസിർ എന്നവർ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യാത്ര പോയി. ആ യാത്ര പോയ സമയത്താണ് ആസിർ എന്നവർ മരണപ്പെടുന്നത്. ആസിർ എന്നവർ മരണപ്പെട്ടപ്പോ ആസിറിന്റെ സഹോദരി ഈ ആസിറിന്റെ മരണ വാർത്ത ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയിച്ചു. 3 ദിവസത്തെ വഴിദൂരം വ്യത്യാസത്തിലാണ് മരണപ്പെട്ട ആസിറും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മരിക്കുന്ന സമയത്തുള്ളത്. അങ്ങനെ വിവരമറിഞ്ഞ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോഴേക്ക് ആസിർ എന്നവരെ മറവ് ചെയ്തിട്ടുണ്ട്. സഹോദരിയോട് ഖബർ അന്വേഷിച്ചു. സഹോദരി ഖബർ കാണിച്ചു കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിവ് പോലെ ദുആ ചെയ്തു. ഫഖാമ ആസിറുൻ ഹയ്യ ബിഇذനില്ലാഹി തആല ഫഖറജ മിൻ ഖബ്രിഹി വആശ വവലദ ലഹു. ബഹുമാനപ്പെട്ടവർ ഖബറിൽ നിന്ന് പുറത്തു വരികയും ഒരുപാട് കാലം ജീവിക്കുകയും പിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് മക്കളുണ്ടാവുകയും ചെയ്തു. ഇബ്നുൽ അജൂസും അങ്ങനെ തന്നെ. ഇബ്നുൽ അജൂസ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തുകൂടി ഒരു മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്ത്, കട്ടിലിൽ കയറ്റിക്കൊണ്ട് മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മയ്യിത്തിന്റെ ഹയാത്തിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ആ ദുആയുടെ ഫലമായിക്കൊണ്ട് കട്ടിലിൽ നിന്നുകൊണ്ട് ഇബ്നുൽ അജൂസ് ഇറങ്ങി വരികയും വസ്ത്രങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ശേഷം ഒരുപാട് കാലം ജീവിച്ച് മക്കളുണ്ടാവുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിലുള്ളത്. ഇതേപോലെ തന്നെ ഇബ്നത്തുൽ ആഷിറിനെ കുറിച്ചും ചരിത്രത്തിൽ കാണാം. എന്നാൽ സാംബിൻ നൂഹിനെ കുറിച്ച് മാത്രം ചരിത്രത്തിൽ കാണുന്നത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാംബിൻ നൂഹിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോവുകയും ഇസ്മുൽ ആളം, അള്ളാഹുവിന്റെ ഇസ്മുൽ ആളം ഉപയോഗിച്ചുകൊണ്ട് സാമിനോട് ഖബറിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ആവശ്യപ്പെടുകയും സാംബിൻ നൂഹ് എന്നവര് ഖബറിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. അപ്പോ സാമിന്റെ തലയിൽ നിന്നുള്ള പകുതി ഭാഗം നിരച്ചിട്ടുണ്ട്. ഇത് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, എന്താ ഇങ്ങനെ നിരക്കാനുള്ള കാരണം. ചരിത്രത്തിൽ കാണാം, അന്ന് അക്കാലത്തുള്ള ആളുകൾ നിരക്കുക എന്ന സമ്പ്രദായം അന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിരച്ചത് എന്ന് ചോദിച്ചപ്പോ, ഖിയാമത്ത് നാൾ ആയിട്ടുണ്ടാകും എന്ന് പെട്ടെന്ന് ഞാൻ പേടിച്ചുകൊണ്ട്, ഖിയാമത്ത് നാളിനെ കുറിച്ച് പേടിച്ചുകൊണ്ടാണ് എനിക്ക് നിരാനുഭവപ്പെട്ടത് എന്ന് പറയുകയും, പിന്നീട് സാമെന്നവരോട് ഖബറിലേക്ക് തന്നെ തിരിച്ചു പോകാൻ, വീണ്ടും മരണം അനുഭവിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ സാമെന്നവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ബിശർത്തി യുഈദനില്ലാഹു മിൻ സക്കറാത്തിൽ മൗതി മറത്തൻ ഉഖ്റ. മറ്റൊരു സമയത്ത് കൂടി, ഇനി ഒരിക്കൽ കൂടി മരണത്തിന്റെ വേദന സഹിക്കാൻ എന്നെ കൊണ്ടാവൂല. അതുകൊണ്ട് എന്നോട് നിങ്ങൾ മരിക്കാൻ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ മരണവേദന അള്ളാഹു എനിക്ക് നൽകരുത്. അള്ളാഹു സക്കറാത്തിനെ തൊട്ട് നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾക്ക് ഉള്ള മരണം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. മാത്രമല്ല, ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ നിസ്കാരത്തോട് വലിയ താല്പര്യമുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ടവർ എപ്പോഴും ദുആ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദൻ മിൻ ഖൽഖിക അസ്സലാത ഫീ ഖബ്രിഹാ ഫഅതിനിഹാ. അല്ലാഹുവേ, ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ള അവസരം നീ ആർക്കെങ്കിലും നൽകുകയാണെങ്കിൽ ആ അവസരം എനിക്ക് നൽകണേ എന്ന് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ടവരാണ്. അവരുടെ സുഹൃത്താണ് ജുബൈർ എന്നവർ. അവർ ഞങ്ങൾ ഖബറിലേക്ക് ഇറക്കി, ഖബറിൽ മൂടുകല്ലൊക്കെ വെച്ച് ശരിയാക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മൂടുകല്ല് പൊട്ടി ഖബറിന്റെ ഉള്ളിലേക്ക് വീണു. ഈ മൂടുകല്ല് ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ ആ മൂടുകല്ല് പൊട്ടി വീണ സ്ഥലത്ത് നിന്ന് കല്ല് മാറ്റി നോക്കിയപ്പോ ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ഖബറിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ഇബാദത്ത് ലദ്ദത്തായിക്കൊണ്ടുള്ള ഇബാദത്ത് ഉണ്ടാകും, താല്പര്യമായിക്കൊണ്ടുള്ള രസമായിക്കൊണ്ടുള്ള ഇബാദത്ത് ഉണ്ടാവും. തെക്ലീഫിന്റെ പേരിലുള്ള ഇബാദത്തല്ല. ദുന്യാവിൽ നടക്കുന്നത് തെക്ലീഫിന്റെ പേരിലുള്ള ഇബാദത്താ. എന്നാൽ ചില ആളുകൾ ഖബർ വെച്ചുകൊണ്ടും ഇബാദത്ത് ചെയ്യും. അത് തെക്ലീഫിന്റെ പേരിലുള്ള ഇബാദത്തല്ല, അവരുടെ താല്പര്യം അങ്ങനെ ഇബാദത്ത് ചെയ്യല, അവർക്ക് അനുഭൂതി അങ്ങനെ ഇബാദത്ത് ചെയ്യല, അതിന്റെ പേരിലാണ് ആ ഇബാദത്ത് നടക്കുന്നത്.
ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, കുന്നാ ഇദാ മറർനാ ബി ജബാനത്തി ഖബർ സമിഅനാ ഖിറാഅത്തുൽ ഖുർആൻ, ഞങ്ങൾക്ക് ഖുർആൻ ഓത്ത് ഇങ്ങനെ ഖബറിൽ നിന്ന് കേൾക്കായിരുന്നു. ബഹുമാനപ്പെട്ട യക്രിമ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം ഇതോട് കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. യുത്തൽ മുഅ്മിനു മുസഹഫൻ യഖറഉ ഫീഹി, ഖബറിൽ അല്ലാഹു തആല മുഅ്മിന് ഒരു മുസഹഫ് നൽകും. ആ മുസഹഫിൽ നോക്കിക്കൊണ്ട് മുഅ്മിൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം നമുക്ക് ഇങ്ങനെ കാണാം. മൻ ഖറഅൽ ഖുർആന സുമ്മ മാത, ഒരാൾ ഖുർആൻ പഠിച്ചു പിന്നെ മരിക്കുകയും ചെയ്തു. പക്ഷെ ആ ഖുർആൻ വേണ്ടതുപോലെ അവർക്ക് പ്രാക്ടീസ് ആയിട്ടില്ല, വശമായിട്ടില്ല. എന്നാൽ അതാഹു മലക്കുൻ യുഅല്ലിമുഹു ഫീ ഖബ്രിഹി, ഒരു മലക്ക് ഖബറിലേക്ക് വരികയും അവന് പ്രാക്ടീസ് ആവാത്ത ആ ഭാഗങ്ങളൊക്കെ ഖുർആൻ ഖബറിൽ വെച്ചുകൊണ്ട് മലക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ഖുർആൻ പരിപൂർണമായും പഠിച്ച ഒരു മുഅ്മിനായിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ അവൻ അഭിമുഖീകരിക്കുകയും ചെയ്യും. മഹാനായ അത്തിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ബലഅനി അന്നൽ അബ്ദൽ മുഅ്മിന ഇദാ ലഖിയല്ലാഹ തആല വലം യതഅല്ലം കിതാബഹു അല്ലമഹു അല്ലാഹു തആല ഫീ ഖബ്രിഹി ഹത്താ യുസീബഹു അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ, പക്ഷെ ആ മുഅ്മിനായ മനുഷ്യന് ഖുർആൻ ഓതാൻ അറിയില്ല, ബാക്കി ഇബാദത്തുകളൊക്കെ ഉണ്ട്. ആ രൂപത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മുഅ്മിനായ മനുഷ്യന് ഖബറിലേക്ക് അല്ലാഹു തആല മലക്കുകളെ പറഞ്ഞയച്ച് ഖബറിൽ വെച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയും അങ്ങനെ ഖുർആൻ പഠിച്ച ആലിമും ഹാഫിളുമായി കൊണ്ടായിരിക്കും മഹ്ശറിൽ അവൻ വരുന്നുണ്ടാവുക. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ബുശറൽ കഈബ് ബിലിഖാഇൽ ഹബീബ് എന്ന മഹത്തായ കിതാബിൽ ഈ സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, അവിടുത്തെ സഹീഹിൽ പറയുന്ന ഒരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാം. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഖവ്വല അലയ്യ മാ ലം അഖുൽ ഫല്യതബവ്വ മഖ്അദഹു മിനൻ നാർ. ഞാൻ പറയാത്ത കാര്യങ്ങൾ ആരെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞാൽ, അഥവാ എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്നുള്ള ഒരു ഇടം അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ. ഈ സംഭവം പറയാൻ കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാത്തിബായിക്കൊണ്ടുള്ള ഒരു സഹാബി, ഒരു മനുഷ്യൻ പിന്നീട് മുർത്തദ്ദായി മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർന്നു. മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർന്നപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, അന അഅലമുക്കും ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മുഹമ്മദിനെ കുറിച്ച് എനിക്കറിയാം. കാരണം നിങ്ങളുടെ മുഹമ്മദിന്റെ കാത്തിബായിരുന്നു ഞാൻ. നിങ്ങളുടെ മുഹമ്മദിന്റെ കാത്തിബായിക്കൊണ്ട് ഞാൻ നിലനിൽക്കുന്ന സമയത്ത് മുഹമ്മദ് പറയാത്ത പല കാര്യങ്ങളും ഞാൻ മുഹമ്മദിന്റെ പേരിൽ എഴുതി വച്ചിരുന്നു. റസൂല് പറയാത്ത പല കാര്യങ്ങൾ ഞാൻ റസൂലിന്റെ പേരിൽ എഴുതി വച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നബി തങ്ങളെക്കുറിച്ച് കളവ് പറഞ്ഞിരുന്നു. നബി തങ്ങളെക്കുറിച്ച് ഞാൻ കളവ് പറഞ്ഞിരുന്നു എന്ന് മുർത്തദ്ദായതിനു ശേഷം ഈ മനുഷ്യൻ പറഞ്ഞു. ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞപ്പോൾ നബി തങ്ങൾ പ്രതികരിച്ചു, ഇന്നൽ അർള ലൻ തഖ്ബലഹു, ആ മനുഷ്യനെ ഭൂമി സ്വീകരിക്കൂല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നീട് ഈ മനുഷ്യൻ മരിച്ചു എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് അന്വേഷിച്ചു. കാരണം നബി തങ്ങൾ പറഞ്ഞതാണല്ലോ ആ മനുഷ്യനെ ഭൂമി സ്വീകരിക്കൂല എന്ന്. ആ മനുഷ്യനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ട നാട്ടിൽ പോയി. മറവ് ചെയ്യപ്പെട്ട നാട്ടിൽ പോയപ്പോ വജത്തുഹു മംബൂദ, ഭൂമിക്ക് പുറത്ത് ഇങ്ങനെ ജഡം കിടക്കുന്നുണ്ട്. ഫഖുൽതു മാ ശഅ്നു ഹാദാ, എന്താ ഇദ്ദേഹത്തെ മറവ് ചെയ്യാതെ ഭൂമിക്ക് പുറത്തിട്ടിരിക്കുന്നത്? ആളുകൾ പറഞ്ഞു, ഫഖാലു ദഫന്നാഹു, ഞങ്ങൾ പല തവണ ഇയാളെ മറവ് ചെയ്തു. ഫലം തഖ്ബലുഹുൽ അർളു, എത്ര മറവ് ചെയ്തിട്ടും ഭൂമി സ്വീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയാണിത്. അള്ളാഹു നമ്മെ ഏവരെയും കാക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പോയി. ഫലമ്മ കുശിഫത്തി സൗബ് അൻ വജ്ഹിഹി, മുഖത്തിൽ നിന്നും വസ്ത്രം മാറ്റിയപ്പോ ഇദൻ ബിഹയ്യത്തിൻ, ആ മയ്യത്തിനെ കാണാൻ സാധിച്ചത് ഒരു സർപ്പത്തോടു കൂടിയാണ്. ആ സർപ്പം ഈ മയ്യത്തിന്റെ ഹൽക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നുണ്ട്. മഹാനായ അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പുറത്തു വന്ന് ആളുകളോട് അന്വേഷിച്ചു, അഹ്ലുകാരോട് അന്വേഷിച്ചു, ഇദ്ദേഹത്തിന്റെ പ്രത്യേകമായ പണി എന്തായിരുന്നു. ഇദ്ദേഹം സഹാബത്തിനെ ചീത്ത പറയുന്ന മനുഷ്യനാണ്.
സഹാബത്തിനെ ചീത്ത പറയുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു അദാബ് ദുന്യാവിൽ വെച്ചുകൊണ്ട് തന്നെ ലഭിക്കാനുണ്ടായ കാരണം. രണ്ട് സംഭവങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞു. ഈ വാർത്ത നബി തങ്ങൾ അറിഞ്ഞപ്പോ നബി തങ്ങൾ പ്രതികരിച്ചു, ഇന്നൽ അർള ലൻ തഖ്ബലഹു, ഭൂമി അദ്ദേഹത്തെ സ്വീകരിക്കൂല. പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തു. സഹാബത്തിനെ ചീത്ത പറഞ്ഞു. സഹാബത്തിനെ ചീത്ത പറഞ്ഞ ആ മനുഷ്യൻ മരണപ്പെട്ട സമയത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പതിവ് പോലെ പോയപ്പോ ആ മയ്യത്തിന്റെ കഴുത്തിൽ ഒരു ഭീകരമായ ഒരു സർപ്പം ചുറ്റപ്പെട്ട രീതിയിൽ കാണുകയും ആ മയ്യത്തിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തപ്പോ സഹാബിമാരെ ചീത്ത പറയുന്ന മനുഷ്യനാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന് വിവരം ലഭിക്കുകയും ചെയ്തു. ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ബദറിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു. ബദറിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് ഇത് ഖറജ റജുലു മിനൽ അർളി, ഭൂമിയിൽ നിന്നൊരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. ഫീ ഉനുഖിഹി സിൽസിലത്തുൻ, ആ ഭൂമിന്റെ ഉള്ളിൽ നിന്നൊരു മനുഷ്യൻ പുറത്തേക്ക് വന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു ചങ്ങലയുണ്ട്. ആ ചങ്ങലയുടെ മറ്റേ അറ്റം പിടിച്ചിട്ടുള്ളത് ഒരു കറുത്ത മനുഷ്യനാണ്. ഒരു കറുത്ത മനുഷ്യനാണ് ഈ ചങ്ങലയുടെ മറ്റേ ഭാഗം പിടിച്ചിട്ടുള്ളത്. അങ്ങനെ കഴുത്തിൽ ചങ്ങലയുമായി കൊണ്ട് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന മനുഷ്യൻ എന്നെ കണ്ടപ്പോ പറഞ്ഞു, യാ അബ്ദല്ലാ ഇസ്ഖനി, എനിക്ക് കുറച്ച് വെള്ളം തരണേ, എനിക്ക് കുറച്ച് വെള്ളം തരണേ എന്നോട് ആവശ്യപ്പെട്ടു. ഫഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അദ്രി അഅരിഫു ഇസ്മി, അദ്ദേഹത്തിന്റെ പേരെന്താണെന്നും അദ്ദേഹം ആരാണെന്നും ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ബദറിലൂടെ നടന്നു പോകുമ്പോ പെട്ടെന്ന് ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഒരു മനുഷ്യൻ പുറത്തേക്ക് വരികയും ആ മനുഷ്യന്റെ കഴുത്തിൽ നല്ല ചങ്ങലയുമുണ്ട്. ആ ചങ്ങലയുടെ മറ്റേ അറ്റം പിടിച്ചിട്ടുള്ളത് ഒരു കറുത്ത മനുഷ്യനാണ്. എന്നെ കണ്ടപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഈ കഴുത്തിൽ ചങ്ങലയുമായി കൊണ്ട് പുറത്തേക്ക് വന്ന മനുഷ്യൻ പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം തരണം. ഞാൻ എന്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, ഏതാപ്പ ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിന്റെ പേരും മറ്റൊന്നും എനിക്കറിയില്ലല്ലോ. ഈ സംഭവം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കഴുത്തിൽ ചങ്ങലയുമായി കൊണ്ടുവന്ന മനുഷ്യൻ എന്നോട് വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചപ്പോ ചങ്ങലയുടെ മറ്റേ അറ്റം പിടിച്ചിട്ടുള്ള മനുഷ്യൻ എന്നോട് പറഞ്ഞു, ലാ തുസ്തിഹി ഫഇന്നഹു കാഫിറുൻ, ഇദ്ദേഹത്തിന് നിങ്ങൾ വെള്ളം കൊടുക്കരുത്, കാരണം ഇദ്ദേഹം കാഫിറാണ് എന്ന് പറയുകയും ചങ്ങലയുടെ അറ്റം പിടിച്ചിട്ടുള്ള ആ കറുത്ത മനുഷ്യൻ ആ ചങ്ങല വലിച്ചുകൊണ്ട് കഴുത്തിൽ ചങ്ങല ബന്ധിപ്പിക്കപ്പെട്ട ഈ മനുഷ്യനെ വെള്ളം അന്വേഷിച്ചു കൊണ്ടുവന്ന് ഈ മനുഷ്യനെ ഭൂമിയുടെ ഉള്ളിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഈ സംഭവം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞു. നബി തങ്ങൾ വിശദീകരിക്കുകയാണ്. നബി തങ്ങൾ എന്നോട് ചോദിച്ചു, അവഖദ് റഅയ്തഹു, അല്ല ഇത് നിങ്ങൾ കണ്ടോ, ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടോ? ദാക അദുവുല്ലാഹി അബൂ ജഹൽ ഇബ്നു ഹിഷാം, നിങ്ങൾ ബദറിൽ വെച്ചുകൊണ്ട് കണ്ട മനുഷ്യനുണ്ടല്ലോ, ചങ്ങല കഴുത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട രീതിയിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് നിങ്ങളോട് വെള്ളം ചോദിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ശത്രുവാകുന്ന അബൂ ജഹല. ഹുവ അദാബുഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അബൂ ജഹലിന്റെ ശിക്ഷ ഇതാകുന്നു. ചങ്ങലയുടെ മറ്റേ അറ്റം പിടിച്ച ആ കറുത്ത മനുഷ്യൻ ജബാനിയാക്കളിൽപ്പെട്ടൊരു മലക്കുമാണ്. ഈ ചങ്ങല കഴുത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട ആ മനുഷ്യൻ നിങ്ങളോട് വന്നുകൊണ്ട് വെള്ളം ചോദിച്ചില്ലേ, വെള്ളം കൊടുക്കരുത്, അദ്ദേഹം കാഫിറാണ് നിങ്ങളോട് പറഞ്ഞ ആ ചങ്ങലയുടെ അറ്റം പിടിച്ച മനുഷ്യനുണ്ടല്ലോ, ആ വ്യക്തിയുണ്ടല്ലോ, അത് ജബാനിയാക്കളിൽപ്പെട്ട മലക്കുമാണ്. ഹുവ അദാബുഹു ഇലാ യൗമിൽ ഖിയാമ, ഇതാണ് അബൂ ജഹലിന്റെ ശിക്ഷ ഖിയാമത്ത് നാൾ വരെയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിക്കൊണ്ട് ധാരാളം സംഭവങ്ങൾ മരിച്ചവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖബറാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പരന്നു കിടക്കുന്ന വിഷയമാണ്. സമയം വൈകുമെന്ന് ഇപ്പൊ തന്നെ സമയം വളരെ വൈകിയിട്ടുണ്ട്. ശേഷം വളരെ മനോഹരമായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നമുക്ക് നടക്കാനുമുണ്ട്. ഒരിക്കലും അതിന് സമയം വൈകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കാതെ ഈ വിഷയത്തിന്റെ പല ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അവസരം പോലെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിന്റെ മറ്റ് പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഇന്നത്തെ ഈ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം, സലാമത്ത്, റഹ്മത്ത്, ബറക്കത്ത് അവൻ നൽകിയതിലുള്ള എല്ലാ നിലക്കുമുള്ള സംതൃപ്തിയും
തഖ്വയോടുകൂടി ഈമാനോടുകൂടിയുള്ള ജീവിതവും പടച്ചറബ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള മുസീബത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ മഹത്തായ സ്വർഗവും നഷ്ടപ്പെടുന്ന സർവ്വ വിഷയങ്ങളിൽ നിന്നും അള്ളാഹു നാം ഏവരെയും കാത്ത് സംരക്ഷിച്ച് അള്ളാഹുവിന്റെ ഹാദിമ്യങ്ങളായിക്കൊണ്ട് ദീനിന്റെ ഹാദിമ്യങ്ങളായിക്കൊണ്ട് ജീവിക്കാൻ പടച്ചറബ് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സഹോദരന്മാർ റൈസ് ഹാൻഡ് ചെയ്തുകൊണ്ട് ചോദിക്കണം. സമയം ഒട്ടും വൈകരുത്. സമയം വൈകുമ്പോൾ നമുക്ക് മറ്റ് പ്രോഗ്രാമുകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ തടസ്സമാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈർ. നല്ലൊരു ക്ലാസ്. നമ്മൾ അറിയപ്പെടാത്ത കേൾക്കാത്ത ഒരുപാട് വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒരുപാട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ. ഏതായാലും ഒരുപാട് ആളുകളുടെ അനുഭവം മുൻകാല ജീവിതമൊക്കെ ഉസ്താദ് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ, പ്രത്യേകിച്ച് പുതിയ ആശയക്കാർക്കൊക്കെ ഉള്ള സംശയങ്ങളുണ്ടാവും, അവരൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിൽ വന്ന് ചോദിക്കാവുന്നതാണ്. താഴെയൊക്കെ ഐ ഡി മാറി മറ്റൊക്കെ ഇരിക്കാതെ മാന്യമായ രീതിയിൽ സംശയങ്ങൾക്ക് മറുപടി പറയും ഉസ്താദ്. അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്റ്റാർ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ശേഷം മറ്റേതെങ്കിലും പേരും പ്രതീക്ഷിക്കാം. ഇതിനു ശേഷം നമ്മുടെ മറ്റൊരു ചർച്ച, ഇന്നലെ കുപ്രചരണം നടത്തിയ ചാലിശ്ശേരി സംഭവം ക്ലിപ്പിംഗ് സഹിതം ബഹുമാനപ്പെട്ട ഉസ്താദ് വിവരിപ്പിക്കും. നൗഷാദ് സാഹിബ് സുന്നിസം വിവരിപ്പിക്കും. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് അറിയിക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈർ യാ ഉസ്താദ്. അൽഹംദുലില്ലാഹ്, നല്ല പഠിക്കാൻ പറ്റിയ നല്ല നല്ല ക്ലാസ്സുകൾ. അൽഹംദുലില്ലാഹ് ഖൈർ. ജസാക്കുമുല്ലാഹ്. ഉസ്താദ്, മരിച്ചുപോയ ആൾക്കാരെ സംസാരിക്കും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഉള്ള ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കാനുള്ളത്, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി നിങ്ങൾ അവർ മരിച്ചവർ എന്ന് പറയരുത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാർ അവരെ പറ്റി നിങ്ങൾ ഭാവിക്കരുത്, മരിച്ചുപോയിട്ടുണ്ട് എന്ന് ഭാവിക്കരുത് എന്ന വിഷയങ്ങളൊക്കെ ഖുർആനിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പറയരുത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചുപോയ ആൾക്കാരെ സംബന്ധിച്ച് അവർ മരിച്ചുപോയി എന്നൊക്കെ, അവരൊക്കെ മരണപ്പെട്ടു എന്നാണല്ലോ ചില സാധാരണ പറയാറുണ്ട്. അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും ഇസ്ലാമികപരമായിട്ട് ശറയിൽ അതിനെന്തെങ്കിലും തെറ്റുണ്ടോ? അള്ളാഹു പറയരുതെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ, അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാവുമോ ഇല്ലേ എന്ന ഒരു സംശയമാണ്. ഉസ്താദിന് ചോദ്യം മനസ്സിലായിരിക്കും. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കണ്ട ഉസ്താദ്? DC ആയിട്ടില്ല ഉസ്താദ്? കേൾക്കണ്ട ഉസ്താദ്? ബഹുമാനപ്പെട്ട ഗഫൂർ അൻവർ ഉസ്താദ്, ഉസ്താദ് DC ആയതുകൊണ്ട് മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആമുഖങ്ങളൊന്നും ഇനി പറയുന്നില്ല. ഏതായാലും ജസാക്കുമുല്ലാഹ് യാ ഉസ്താദ്, നല്ല ക്ലാസ് ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഞാൻ കേട്ട സ്ഥലങ്ങളിൽ, അതായത് മരിച്ചുപോയ ആൾക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി നിങ്ങൾ അവർ മരിച്ചുപോയി എന്ന് പറയരുത് എന്നും, അതുപോലെ വേറെ സ്ഥലത്ത് നിങ്ങൾ അവരെ പറ്റി മരിച്ചുപോയി എന്ന് ഭാവിക്കുക പോലും ചെയ്യരുത് എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ നമ്മൾ മരിച്ചുപോയി അവരൊക്കെ
മരിച്ചുപോയി എന്നുള്ളൊരു വാക്ക് സാധാരണ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ അള്ളാഹു പറയരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം, അള്ളാഹുവിന്റെ ഒരു നിരോധം ഉള്ള വാക്ക് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇസ്ലാമികമായ ശറയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അതെന്തെങ്കിലും അങ്ങനെ പറഞ്ഞാൽ മരിച്ചുപോയി അവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് കുറ്റം കിട്ടുമോ ഇല്ലേ എന്നാണ്, എന്താണ് അതിന് ഇസ്ലാമികമായ വിധി എന്നാണ് ചോദിച്ചത്. ഉസ്താദ് കേട്ടിരിക്കും, മനസ്സിലായിട്ടുണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്റെ വളരെ നല്ല ഒരു സംശയം. പലപ്പോഴും നാം ശുഹദാക്കളെ കുറിച്ച് അവർ കൊല്ലപ്പെട്ടു, അവർ ഏറ്റുമുട്ടി മരണപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ പറയരുത്, അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ ധരിക്കുക പോലും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന വാക്ക് അവരെക്കുറിച്ച് പ്രയോഗിക്കരുത് എന്നല്ല. സാധാരണ മരണം, സാധാരണ ഒരു മനുഷ്യൻ മരിക്കുക, ആ രൂപത്തിലുള്ള ഒരു മരണമാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയരുത്. ആ ഗണത്തിൽ അവരെ നിങ്ങൾ കൂട്ടരുത് എന്നതാ. അതല്ലാതെ യഥാർത്ഥത്തിൽ ശത്രുക്കളുമായി കൊണ്ട് ഏറ്റുമുട്ടി മരിക്കുന്നവർ അവർ റൂഹ് പിരിയുന്നവർ തന്നെയാണ്. അവരെ തീർച്ചയായും മറവ് ചെയ്യണം. പിന്നെ അവരെക്കുറിച്ച് മരിച്ചു എന്ന് നിങ്ങൾ കരുതരുത്, മരിച്ചു എന്ന് നിങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ആളുകൾ മരിച്ച ആ രൂപത്തിലുള്ളൊരു മരണമാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിലാണ് അവരും ഉൾപ്പെടുന്നത്. ആ രൂപത്തിൽ നിങ്ങൾ ഭാവിക്കരുത്, ആ രൂപത്തിൽ അവരെക്കുറിച്ച് നിങ്ങൾ പറയരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ മരിച്ചു എന്ന വാക്ക് അവരെക്കുറിച്ച് പറയരുത്, സാധാരണ പ്രയോഗങ്ങളിൽ പറയരുത് എന്ന ഒരു നഹി, ഒരു നിരോധം അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് അതിന്റെ താല്പര്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സംശയങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയണത്. ഇവിടെ പരസ്യം ചെയ്യപ്പെട്ടതുപോലെ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സമയം നമ്മുടെ നാട്ടിൽ 1:10 അപ്പൊ സമയം വൈകുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല നമ്മുടെ ഈ പ്രധാനപ്പെട്ട പ്രോഗ്രാമിന് അത് തടസ്സമാവുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള ഖൈറുകൾ നൽകട്ടെ. ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബ് റിസൈൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ സേവനങ്ങളിൽപ്പെട്ട സേവനമാണ് ഇപ്പോ വിശിഷ്യ നമ്മുടെ ക്ലാസ് റൂമിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപടന്മാരുടെ കാപഢ്യത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയുന്ന ഈ മനുഷ്യരെ കുറിച്ച് പരിശുദ്ധത്തിന് എത്രമാത്രം മോശമായിക്കൊണ്ട് എത്രമാത്രം ഒരു സംശയം കൂടി ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുന്നീസം ടച്ച് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുന്നീസത്തിന് വേണ്ടി സുന്നീസം പറഞ്ഞതനുസരിച്ച് ഞാൻ മൈക്കുൾ വാക്കുന്നു. ഇന്ന് ഉസ്താദ് ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരു മഅ്മൂൻ രാജാവിനെ കുറിച്ച് പറഞ്ഞു. മഅ്മൂൻ, ഈ മഅ്മൂൻ രാജാവിനെ കുറിച്ച് അടുത്ത കാലത്ത് വളരെ ഏറെ കേൾവിയുള്ള ഒരാളാണ്. ചിലപ്പോൾ ഉസ്താദ് ചിലപ്പോൾ എന്നേക്കാളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞങ്ങളെന്നും കേൾക്കുന്നതാണ് മഅ്മൂൻ രാജാവിനെ കുറിച്ച്. KCRൽ സ്ഥിരമായി വരുന്ന ആളുകളൊക്കെ മഅ്മൂൻ രാജാവിനെ കുറിച്ച് സ്ഥിരമായി കേൾക്കുന്നുണ്ട്. കാരണം മഅ്മൂൻ രാജാവാണ്, വെറും രാജാവല്ല, മഅ്മൂൻ റളിയല്ലാഹു അൻഹു എന്നാണ് പറയാറ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ ആസാറ് കൊണ്ടുവന്നപ്പോ, വ്യാജമാണെങ്കിലും
ഞാനത് വാങ്ങി അത് പിന്നെ ബർക്കത്തെടുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാ. അതിന് വലിയ വില കൊടുത്ത് അത് വാങ്ങി ബർക്കത്തെടുത്തു എന്നാ. അത് സാധാരണഗതിയിൽ ഇപ്പോ മഅ്മൂൻ രാജാവ് എന്നായിരുന്നു മുമ്പൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ പറഞ്ഞ് മറ്റേ അന്ന് തന്നെ നമ്മളെ പല ആളുകളും ഞങ്ങളൊക്കെ പലപ്പോഴും അത് ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു മഅ്മൂൻ, നമ്മളറിയുന്നൊരു മഅ്മൂൻ രാജാവ് ഷിയ വിശ്വാസിയോ അതല്ലെങ്കിൽ മുഅ്തസിലിയ വിശ്വാസിയൊക്കെയാണ് എന്നൊരു സംശയം ഞങ്ങളിൽ ഉണ്ടായിരുന്നു. പല ആളുകളും ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യുന്നു. പക്ഷെ നമ്മൾ പരസ്യമായി പറഞ്ഞിട്ടൊന്നുമില്ല. അതേസമയം പിന്നെ ഇപ്പൊ അടുത്ത് ചില ക്ലാസ് റൂമുകളിൽ മഅ്മൂൻ റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞിട്ട് കേട്ടു. മഅ്മൂൻ രാജാവ് എന്നതിലുപരി മഅ്മൂൻ റളിയല്ലാഹു തആല അൻഹു. അപ്പോ വേറെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള വല്ല മഅ്മൂൻ റളിയല്ലാഹു തആല അൻഹു എന്നൊക്കെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും രാജാക്കന്മാർ വേറെ ഉണ്ടായിട്ടുണ്ടോ? അതോ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഅ്മൂൻ രാജാവ് ഇദ്ദേഹം തന്നെയാണോ? ഇന്ന് നിങ്ങൾ പരാമർശിച്ച ഷിയ വിഭാഗത്തിൽ നിന്ന് മുഅ്തസിലിയ വിഭാഗത്തിലേക്ക് കൂറുമാറിയ, അതായത് കാഷ്ടത്തുനിന്ന് നായിക്കാഷ്ടത്തേക്ക് പോയി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉള്ള ഒരാൾ മാത്രമാണോ, അദ്ദേഹമാണോ ഇപ്പൊ ഇവർ തെളിവായിട്ട് ഉന്നയിക്കുന്നതും റളിയല്ലാഹു തആല അൻഹു എന്നൊക്കെ പറയുന്നതും? അതറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മറുപടി പറയുന്നത്. ഹലോ, ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബ് സൂചിപ്പിച്ച വിഷയം നമ്മൾ കേട്ടല്ലോ. യഥാർത്ഥത്തില് അവരുടെ ഈ ആദർശം, അവരുടെ ഈ കള്ളത്തരം, അത് ചെലവാകുന്നതിന് വേണ്ടി എന്ത് നായിക്കാട്ടും അവതരിപ്പിക്കാം, അതല്ലെങ്കിൽ അതൊക്കെ പറയാം, ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഈ കൗമിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്ത് നെറികേടും അവർ പറയും. ഇപ്പൊ ആ ബോംബെയിലുള്ള ജാലിയവാല എന്ന് പറഞ്ഞ ആ പിന്നെ അലിഫും ബാവും തിരിയാത്ത കാക്കാനല്ലേ മുറബി എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ എവിടെ വല്ല മുറബി? ഇപ്പൊ മുറബിയും ഇല്ല, മുരീദും ഇല്ല, ഷെയ്ഖും ഇല്ല, ഒന്നുമില്ല. ഈ ജാലിയവാലനെ കുറിച്ചാണല്ലോ മുറബി എന്നൊക്കെ അല്ലേ, ഷെയ്ഖാണ് കുത്തുബാണെന്നൊക്കെ പറയുന്നത്. ഇതാണ് ഇപ്പൊ ആ കൗമിന്റെ അവസ്ഥ. ഹാറൂൺ റഷീദ് എന്ന ഈ രാജാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇബ്നു കസീറിന്റെ അൽബിദായത്ത് വന്നിഹായിൽ നിന്നാണ്. അദ്ദേഹം ആദ്യകാലത്ത് ഷിയ ആയിരുന്നു, പിന്നീട് അദ്ദേഹം മുഅ്തസിലിയായി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആലിമീങ്ങൾക്ക് ഇമാമുമാർക്കൊക്കെ വളരെ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നൊക്കെ അൽബിദായത്ത് വന്നിഹായിൽ പറയുന്നുണ്ട്. ഇതാണ് വസ്തുത. പിന്നെ മറ്റൊരു മഅ്മൂൻ രാജാവിനെ കുറിച്ച് ചരിത്രത്തിൽ പിന്നെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം അങ്ങനെ ഒരു മഅ്മൂൻ രാജാവിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതൊന്നറിയാമായിരുന്നു. നമുക്ക് ആ സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ പല ആളുകളും പല യാത്രകളിലും ഞങ്ങളിത് സംസാരിച്ചിരുന്നു ഇതിനെക്കുറിച്ച്. ഇങ്ങനെ നമുക്കൊക്കെ അറിയുന്നതും ചരിത്രത്തിൽ കാണുന്നതുമായ ഈ രാജാവ് എന്ന് പറയുന്ന ആള്. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരെ അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇപ്പോ മഅ്മൂൻ റളിയല്ലാഹു അൻഹു എന്നാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഓരോ കൂടെ കൂടിയ പിന്നെ റളിയല്ലാഹു അൻഹു. അതായത് ആകെ ഇതിൽ ഏറ്റവും വലിയൊരു തമാശ ഉസ്താദെ നമ്മൾ കണ്ടത് എന്താന്ന് പറഞ്ഞാല്, പഴയ കാലത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നിസൻ ടെലിഫോൺ വന്നിട്ട് ചർച്ച. ഉസ്താദ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഈ സെഷൻ അവസാനിപ്പിക്കാം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഉസ്താദിന് പ്രത്യേകം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിൽ ചർച്ച നടത്തിയതിന്. ഇനി ഇൻഷാ അല്ലാഹ് 100ഓളം കുടുംബങ്ങള്, 100ലധികം വരുന്ന കുടുംബങ്ങള് കാന്തപുരം വിഭാഗത്ത് കടന്നു എന്ന് പറഞ്ഞ പച്ചക്കളവ് ഇൻഷാ അല്ലാഹ് പൊളിച്ചടക്കുന്നു. ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബ് അതിന്റെ മുന്നേ ഗഫൂർ അൻവർ ഉസ്താദിന് ദുആ ചെയ്തുകൊണ്ട് പോകണം. പല ആളുകളും ഉസ്താദിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്.
അത് നേരത്തെ പറഞ്ഞവർ ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് റേഡിയോ ശ്രോതാക്കളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നേരെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഇനി സോങ് വേണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരണം സമയം കുറെ വൈകിയതുകൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏതായാലും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഉസ്താദ് ഇൻഷാ അല്ലാഹ് ചെയ്യും. ഉസ്താദ് തിരക്കിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മുടെ ക്ലാസ് റൂമിൽ